السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله الفائزين برضا الله أما بعد. സ്നേഹാദരവുകൾ നിറഞ്ഞ സഹോദരങ്ങളെ സഹോദരിമാരെ, സർവശക്തനായ അള്ളാഹു നമ്മുടെ ഈ സംഗമം സ്വീകരിക്കട്ടെ. നമ്മുടെ പാപങ്ങൾ അള്ളാഹു പൊറുത്തു തരട്ടെ. രോഗങ്ങൾ അള്ളാഹു ശിഫയാക്കട്ടെ. മരണപ്പെട്ടവരുടെ ഖബർ അള്ളാഹു സന്തോഷത്തിലാക്കട്ടെ. തെറ്റുകുറ്റങ്ങൾ അവർക്ക് നമുക്കും അള്ളാഹു നിരുപാധികം മാപ്പാക്കി തരട്ടെ. നമ്മുടെയും കുടുംബത്തിൻ്റെയും സൃഷ്ട ആയുസ് അള്ളാഹു പൊരുത്തപ്പെട്ട വഴിയിലായി ഇസ്സത്തോടെ സന്തോഷത്തോടെ ദീർഘായുസോടെ കഴിഞ്ഞ് ഈമാൻ സലാമത്തായി മരിക്കാനുള്ള മഹാഭാഗ്യം അള്ളാഹു നമുക്കെല്ലാവർക്കും നൽകട്ടെ എന്ന് ആദ്യമായി ദുആ ചെയ്യുകയാണ്. അള്ളാഹുവിന് വഴിപ്പെടാനാണ് നമ്മുടെ ആയുസ്സിന്റെ നിയോഗം. എല്ലാ സമയങ്ങളിലും റബ്ബ് എന്ന ചിന്തയിൽ നമുക്ക് കഴിയുക എന്നത് അസാധ്യമാണ്. എന്നാലും ചെയ്യുന്ന പ്രവർത്തനങ്ങൾ അള്ളാഹു പൊരുത്തപ്പെട്ടതാവുക എന്നുള്ളിടത്തിലേക്ക് നമ്മൾ ഒരു പരിശ്രമം നിർബന്ധമായും നിരന്തരം നടത്തേണ്ടതുണ്ട്. നമ്മൾ ഏത് പ്രവർത്തനം ചെയ്യുമ്പോഴും അതിനെ അമലാക്കാൻ വേണ്ടി ആഗ്രഹിക്കുകയും എനിക്ക് ഇതിന്റെ പേരിൽ കൂലി കിട്ടുമോ എന്ന് ചിന്തിക്കുകയും ചെയ്യണം. അള്ളാഹു അതിനുള്ളൊരു ബോധവും ഒരു ഉൾവിചാരവും നമുക്കെല്ലാവർക്കും നൽകട്ടെ എന്ന് ഒരിക്കൽ കൂടി ദുആ ചെയ്യാണ്. ഒന്ന് ചിരിച്ചാൽ, ഒന്ന് അനങ്ങിയാൽ, ഒന്ന് കരഞ്ഞാൽ, ഒന്ന് മിണ്ടിയാൽ, എന്തെങ്കിലും ഒരു പ്രവർത്തനങ്ങൾ ചെയ്തു കൊടുത്താൽ, ഒരു സഹായം ചെയ്താൽ ഒക്കെ ഇതിനൊക്കെ എനിക്ക് അള്ളാഹു കൂലി തരണം എന്ന ഒരു ചിന്തയിലേക്ക് നമ്മുടെ മനോമുഖരത്തിൽ ആ ഒരു വിചാരം നിരന്തരം ഉണ്ടാവാൻ നമ്മൾ ഓരോരുത്തരും ശ്രമിക്കണം. ചെയ്യുന്നത് മുഴുവനും അമലാവണം. നിലവിൽ അമല് എന്ന് പറഞ്ഞ് നമുക്ക് ക്രോഡീകരിച്ചു തന്ന പലതുമുണ്ട്. അമല ആക്കാൻ വേണ്ടി നമുക്ക് ജായിസായ പലതും ഉണ്ട്. അത് അമലാക്കാം. നമുക്ക് ഉറക്കം അമലാക്കാം, പാചകം അമലാക്കാം, വിളമ്പിക്കൊടുക്കൽ അമലാക്കാം. ഉറക്കത്തിന്റെ അദബുകൾ പാലിച്ച് ചെയ്താൽ ഉറക്കം അമലാണ്. പാചകം കുടുംബത്തിനുള്ളൊരു സേവനം എന്ന കരുതലിൽ പാചകത്തിനിറങ്ങിയാൽ അത് അമലാണ്. വിളമ്പിക്കൊടുക്കൽ ബിസ്മിയോടുകൂടെയാണെങ്കിൽ അതിന് സ്വതക്കയുടെ പരിഗണന ആ പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ അങ്ങനെ പലതിനെയും നമുക്ക് അമലാക്കാം. അതിനപ്പുറം അമല് എന്ന് പറഞ്ഞ് നമുക്ക് ക്രോഡീകരിച്ചു തന്ന പലതുമുണ്ട്. നിസ്കാരം, നോമ്പ്, സക്കാത്ത്, സദഖ, അങ്ങനെയൊക്കെ പലതുണ്ട്. നിലവിൽ അമല് അല്ലാത്തതിനെ അമല ആക്കാനും പറ്റും, അമലായിട്ടുള്ളതിനെ ഒന്ന് നന്നാക്കാനും പറ്റും. എല്ലാത്തിനും കൂടി ഒറ്റ മരുന്നേ ഉള്ളൂ. പരിശുദ്ധ ഖുർആന്റെ പാരായണം ജീവിതത്തിൽ ശീലമാക്കലാണ്. ഖുർആൻ പാരായണം എത്ര നമുക്ക് നടത്താൻ പറ്റുന്നോ അത്രയും നമ്മുടെ ഉള്ളിൽ ഇതിന് എനിക്ക് അല്ലാഹ് കൂലി തരും എന്ന ചിന്ത വരും. ഏത് കാര്യം ചെയ്യുമ്പോഴും മനസ്സ് ഫ്രഷ് ആവണമെങ്കിൽ ഖുർആൻ പാരായണം ഉണ്ടാവണം. ഖുർആൻ പാരായണം അറിയാത്ത മുസ്ലിം ഇല്ല. കാരണം സൂറത്തുൽ ഫാത്തിഹയെങ്കിലും അറിയാത്തവർ ആരുമില്ലല്ലോ. ഖുർആൻ പാരായണം നിരന്തരം ഉണ്ടിയെങ്കിൽ അതിന്റെ മനഃശാസ്ത്രപരമായ ഒരു കാഴ്ചപ്പാട് ഹൃദയ സാന്നിധ്യത്തോടുകൂടെ അമല് ചെയ്യാൻ കഴിയും എന്നുള്ളതാണ്. പരിശുദ്ധമായ ഖുർആനിന്റെ പല ആയത്തുകളും അതിലേക്ക് നമ്മെ ഓർമ്മപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. എത്രയാ പറ്റുന്നത് അത്രയും. ഒരു ഉമ്മാക്ക് സൂറത്ത് യാസീൻ ഓതാനേ അറിയും. യാസീൻ തന്നെ ഓതാ. 50 യാസീൻ ഓതും, ചിലപ്പോ 20 യാസീൻ ഓതും. എനിക്കറിയാവുന്ന ഒരു സഹോദരിയുണ്ട്. അവർ ഈ അടുത്ത ദിവസം എന്നോട് പറഞ്ഞു, മരണപ്പെട്ടവരുടെ ഭർത്താവിന് വേണ്ടി ഈ കുറഞ്ഞ കാലം കൊണ്ട് 300 ഖത്തം അവർ ഓതി എന്ന്. അള്ളാഹു കബൂലാക്കട്ടെ. 300 ഖത്തം പ്രിയപ്പെട്ട ഭർത്താവിന് വേണ്ടി 10 വർഷത്തോളം അടുത്ത കാലം കൊണ്ടവർ ഓതി എന്ന്. നിരന്തരം ഖുർആൻ. തൃശ്ശൂർ ജില്ലയിൽ ഒരു ഉമ്മയുണ്ടായിരുന്നു, അവർ മരണപ്പെട്ടു. അള്ളാഹു മഗ്ഫിറത്ത് കൊടുക്കട്ടെ. ഒരു വർഷം 60 അല്ലെങ്കിൽ 50ന്റെയും 60ന്റെയും ഇടയിൽ ഖത്മുൽ ഖുർആൻ ഓതുന്ന ഒരു പഴയ മലബാരി ലിപിയുള്ള ഒരു പഴയ മുസ്ഹഫിൽ ഓതിയിരുന്ന ഒരു ഉമ്മ. അമലുകൾ ഒരുപാടുണ്ട്. ഏത് അമല് ചെയ്താലും ഹൃദയ സാന്നിധ്യം വേണോ? എന്നാൽ ഖുർആൻ പാരായണം ഉണ്ടാവണം. അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള
നമ്മൾ പലപ്പോഴും കേട്ടിട്ടുള്ളതുമായ ചില കാര്യങ്ങൾ ഒന്ന് ക്രോഡീകരിച്ച് പറയാനാണ് ഈ കുറഞ്ഞ നേരം ഉദ്ദേശിച്ചിട്ടുള്ളത്. അള്ളാഹു നമുക്ക് അമൽ ചെയ്യാൻ തൗഫീഖ് നൽകട്ടെ. നമ്മുടെ അറിവിൽ അള്ളാഹു ബർക്കത്ത് നൽകട്ടെ. സൂറത്തുൽ ഫാത്തിറിന്റെ 1-2 ആയത്തുകൾ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നല്ലദീന യത്ലൂന കിതാബല്ലാഹ് വഅഖാമുസ് സ്വലാഹ് وأنفقوا مما رزقناهم سرا وعلانية يرجون تجارة لن تبور ليوفيهم أجورهم ويزيدهم من فضله إنه غفور شكور. ഈ ആയത്തുകൾ പറയുന്നത് നമ്മൾ ചെയ്യുന്ന ചില അമലുകളാണ്. ഇന്നല്ലദീന, ഒരു വിഭാഗം ആളുകൾ, തീർച്ചയായും ഒരു വിഭാഗം ആളുകൾ, അവരുടെ ഒന്നാമത്തെ പ്രത്യേകത യത്ലൂന കിതാബല്ലാഹ്, അവർ ഒറ്റക്കിരിക്കുമ്പോൾ ഖുർആൻ ഓതും. ആരും കേൾപ്പിച്ചിട്ട് ഓതലല്ല, തന്റെ ആസ്വാദനത്തിന്റെ ഓതലിനാണ് തലായത്തുൽ പറയാം. തന്റെ ഏകാന്തതയിൽ ഖുർആൻ പാരായണം നിരന്തരമുണ്ട്, ആരും ബോധ്യപ്പെടുത്തലല്ല. ആ ഓതിയതിന്റെ കണക്ക് തന്റെ കയ്യിലാ ഉള്ളത്. അങ്ങനെ ഒറ്റയ്ക്കിരുന്ന് ഖുർആൻ പാരായണം നടത്തുന്ന ആളുകൾ, ആദ്യം പറഞ്ഞ അമൽ അതാണ്. അങ്ങനെ ഒറ്റയ്ക്കിരുന്നുള്ള ഖുർആൻ പാരായണം ഉണ്ടെങ്കിലാണ് ഇനി ശേഷം പറയുന്ന അമലുകളിൽ അതിന്റെ കഴമ്പ് നമുക്ക് കിട്ടൂ. രണ്ടാമത് പറഞ്ഞ അമല് അഖാമുസ്സലാ, നിസ്കരിക്കുന്നവർ എന്നല്ല. അഖാമ യുഖീമു എന്ന പ്രയോഗത്തിൽ നിസ്കാരത്തെ അവതരിപ്പിക്കുന്നത് സമയബന്ധിതമായി നിസ്കരിക്കലാണ്. അതിരി പ്രയാസമുള്ള കാര്യമാണ്. എപ്പോഴേലും നിസ്കരിക്കൽ പ്രാധാന്യമുള്ള കാര്യമല്ല. സമയം നിശ്ചയിച്ചിട്ടുണ്ട്. നാം ഇരിക്കുന്ന ഈ ഓഡിറ്റോറിയത്തിന്റെ വിശാല വിസ്തൃതിയിൽ ഇതിന് നിശ്ചയിക്കപ്പെട്ട ചില തൂണുകൾ ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ അതിന് കൃത്യമായ അകലം ഉണ്ട്, അതിന് കൃത്യമായ ഉയരമുണ്ട്, അതിന് കൃത്യമായ വണ്ണമുണ്ട്. എല്ലാം ഒരുപോലെ ഇരിക്കാം. ഒന്ന് നോക്കിക്കോളൂ. നാം ഇരിക്കുന്ന കസേരയുടെ കാല്, അതിന്റെ ആ ചെയറിന്റെ കാല് 4 സ്ഥലത്ത് കൃത്യമായ അതിന്റെ അളവിലും കൃത്യമായ അതിന്റെ വ്യവസ്ഥയിലും സ്ഥാപിച്ചാലല്ലാതെ അത് നിലനിൽക്കില്ല. ദീൻ നിലനിൽക്കാൻ കൃത്യമായ വ്യവസ്ഥയിലും സമയത്തിലും സ്ഥാപിക്കപ്പെട്ട ദീനിന്റെ തൂണ് അത് നിസ്കാരം എന്ന് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അതിന് സ്ഥാപിക്കപ്പെട്ടിട്ടുള്ള ഏറ്റവും ഉചിതമായ നേരം അത് അതിന്റെ ആദ്യ നേരമാണ്. അവ്വല് വഖത്ത്, സമയബന്ധിതമായി നിർവഹിക്കുക എന്നതാണ് രണ്ടാമത് പറഞ്ഞ അമല്. വഅഖാമുസ്സലാഹ്, നിസ്കാരത്തെ സമയബന്ധിതമായി നിർവഹിക്കാം. ആദ്യം പറഞ്ഞത് ഖുർആൻ തനിച്ചിരുന്നോത, അതിനുശേഷം നിസ്കാരത്തെ സമയബന്ധിതമായി നിർവഹിക്കാം. രണ്ടാമത് പറഞ്ഞ നിസ്കാരത്തെ സമയബന്ധിതമായി നിർവഹിക്കുന്നതിന് ആദ്യം പറഞ്ഞത് ഉണ്ടായേ പറ്റൂ. ബേസ് അതാണ്. തനിച്ചിരുന്നുള്ള ഖുർആൻ പാരായണം, ആസ്വദിച്ചുകൊണ്ട് തന്റെ റബ്ബിന്റെ തൃപ്തിക്ക് വേണ്ടിയിട്ടുള്ള ഖുർആൻ പാരായണം, ഒരു പേജ് മതി. അത് ഉണ്ടെങ്കിൽ രണ്ടാമത് പറഞ്ഞ് കൃത്യമായിട്ട് നടന്നിരിക്കും സമയബന്ധിതമായ നിസ്കാരം. എന്റെ അടുത്ത് മുമ്പൊരിക്കൽ ഒരു സഹോദരൻ അദ്ദേഹത്തിന്റെ മകൾക്ക് ഭർത്താവിനെ തേടുന്ന നേരത്ത് പറഞ്ഞു, നല്ല ആലോചനകളുണ്ട് പറയണം, നിസ്കാരമുള്ളവർ എന്ന് അദ്ദേഹം പറഞ്ഞില്ല, ഖുർആൻ പാരായണം ഉള്ള ചെറുപ്പക്കാർ. അപ്പൊ ഞാൻ ചോദിച്ചു, നിസ്കാരം എന്താ പറയാത്തത്? അപ്പൊ മുമ്പര് പറഞ്ഞത്, നിസ്കാരം എല്ലാവർക്കും ഉണ്ടല്ലോ, ഖുർആൻ പാരായണം എന്നത് ആലിമീങ്ങളിൽ പോലും ഉണ്ടോന്നാ ഞാൻ സംശയിക്കുന്നത് എന്നാ പറഞ്ഞത്. അപ്പൊ ഖുർആൻ പാരായണം ഉണ്ടെങ്കിൽ നിസ്കാരം ഓട്ടോമാറ്റിക്കലായിട്ട് വരും. മൂന്നാമത് പറഞ്ഞു, രഹസ്യമായും പരസ്യമായും അള്ളാഹ് കൊടുത്തതൊക്കെ അള്ളാന്റെ പൊരുത്തത്തിൽ ചെലവാക്കാം. ആരോഗ്യമാവാം, ഒഴിവ് സമയമാവാം, സമ്പത്താവാം, സ്വാധീനമാവാം, എന്തു ആവാം. അള്ളാന്റെ പൊരുത്തത്തിൽ എനിക്ക് കൂലി കിട്ടും ഇതിന് എന്ന് ചിന്തിച്ച് ചെലവ് ചെയ്യുന്നവൻ ഈ ഖുർആൻ പാരായണം കൊണ്ട് തുടങ്ങിയിട്ട് ശേഷം പറഞ്ഞ എല്ലാ അമലും പരാജയപ്പെടാത്ത ഒരു വലിയ കച്ചവടം ചെയ്യുന്ന പോലെ ലാഭം വരിപ്പിക്കാൻ അവന് കഴിയും എന്ന് ഖുർആൻ. പരാജയമില്ലാത്ത നിരന്തരം ലാഭം കൊയ്തെടുക്കാൻ കഴിയുന്ന ഒരു കച്ചവടം എന്ന് പറഞ്ഞിട്ടുള്ള അമലുകൾ, അതിന്റെ ആദ്യത്തെ അടിത്തറ ഒറ്റക്കിരുന്നുള്ള ഖുർആൻ പാരായണം. ലിയുവഫിയഹും ഉജൂറഹും വയസീദഹും മിൻ ഫദ്ലിഹി ഇന്നഹു ഗഫൂറുൻ ശകൂർ. പരിപൂർണ്ണ കൂലി കിട്ടാൻ അമലുകളുടെ ക്രോഡീകരണത്തിൽ നിർബന്ധമായിട്ടും വേണം. മഹാന്മാരായ സുഫിയാക്കള് പറയാറുണ്ട്, ഒരു ദിവസം മുസഹഫിനെ പട്ടിണി ഇടല്ലേന്ന്. മുസഹഫിനെ പട്ടിണി ഇടാൻ പാടില്ല. നിസ്കരിക്കുന്നവർ
എന്നതിൽ പ്രാധാന്യമല്ല. സമയബന്ധിതമായി നമുക്ക് നിസ്കരിക്കാൻ പറ്റണില്ലെങ്കിൽ, നമുക്ക് വിശപ്പ് വന്ന ഒരു രക്ഷയില്ലെങ്കിൽ നമ്മൾ ആ സമയത്തിന് ആഹാരം കഴിച്ചിരിക്കും. താങ്ങൂല. നമുക്ക് ദാഹം വന്നാൽ നമുക്ക് നിർവാഹം ഉണ്ടെങ്കിൽ നമ്മൾ ആ സമയത്തിന് വെള്ളം കുടിച്ചിരിക്കും. നോമ്പൊന്നും അല്ലാത്ത നേരത്ത് നിസ്കരിക്കാതിരിക്കാൻ പറ്റണില്ല. കുളിച്ചെനിക്ക് ഞാൻ ഒരു അടി മുന്നോട്ട് നീങ്ങാൻ പറ്റില്ല, നിസ്കരിച്ചേ പറ്റും. ആ രീതിയിൽ നമ്മുടെ മനസ്സ് നമ്മെ പിരിമുറുക്കത്തിലേക്ക് കൊണ്ടുവരും. നിസ്കരിക്കാതിരിക്കാൻ കഴിയില്ല. അതിലേക്കൊരു ആസ്വാദനവും ആഗ്രഹവും ഉണ്ടാക്കും. ഖുർആൻ പാരായണം കുറച്ചുണ്ടായാൽ മതി. ഇപ്പൊ നിലവിൽ എന്നെ കേൾക്കുന്നവർ വാക്യ ഓതുന്നവരാ. ഒരു വാക്യം ഓതാനാണ് ഒരു ദിവസം, അല്ല ഒരെണ്ണെങ്കിലും ഓതണം. നിരന്തരം ഖുർആൻ ഓതിക്കോ, നമ്മൾ നന്നാവും. അള്ളാഹു നന്നാക്കി തരട്ടെ. കേട്ടോളൂ, സമയബന്ധിതമായി നിസ്കരിക്കുക എന്നത്, സമയബന്ധിതമായി നിസ്കരിക്കുക എന്നത്, ഉറങ്ങി എഴുന്നേറ്റ് വന്നിട്ട് നിസ്കരിക്കുക എന്നത്, തഹജ്ജുദ്, സുബ്ഹി ഒക്കെ പ്രയാസ. ഒരു മനുഷ്യനെ പരിചയപ്പെടുത്താം, കുറച്ചുറങ്ങാൻ ആ മനുഷ്യനോട് പറഞ്ഞിട്ടുള്ളൂ. ഉറങ്ങാതെ എഴുന്നേറ്റ് വന്നുകൊണ്ട് നിസ്കരിക്കാൻ ആ മനുഷ്യനോട് ഖുർആന്റെ പ്രഖ്യാപനം. ആ മനുഷ്യനാണ് നബിയുനാ റസൂലുള്ളാഹി. എങ്ങനെയാ പറഞ്ഞത്? അല്ലാഹുവിന്റെ ഹബീബിനോട് എങ്ങനെയാ പറഞ്ഞത്? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹൽ മുസമ്മിൽ ഖുമിൽ ലൈല ഇല്ലാ ഖലീലാ നിസ്ഫഹു അവ യൻഖുസ് മിൻഹു ഖലീലാ ഔ സിദ് അലൈഹി വറത്തിലിൽ ഖുർആന തർതീലാ ഇന്നാ സനുൽഖി അലൈക ഖൗലൻ സഖീലാ. ഒരുപാട് രഹസ്യങ്ങൾ ഇതിന്റെ ആദ്യ ഭാഗത്തെ ആയത്തുകളിൽ ഇങ്ങനെയുണ്ട്. ഈ സൂറത്തിന്റെ പ്രത്യേകതകൾ അറിയോ എന്ന് ഇടയ്ക്കൊന്ന് പറയാം. നമുക്കൊരു വിസ ശരിയാകുന്നില്ല, ഒരു ജോലിയുടെ തടസ്സങ്ങളുണ്ട്, എന്തെങ്കിലുമൊക്കെ തടസ്സങ്ങളൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇതൊരു 3 എണ്ണം സുബഹി കഴിഞ്ഞു 3 എണ്ണം മഗ്രിബ് കഴിഞ്ഞു ഓതിയാൽ മതി. മഹാന്മാർ അങ്ങനെ പറയാറുണ്ട്. കെട്ടുകളഴിയാൻ സൂറത്തുൽ മുസമ്മിൽ. ഏതാ സൂറത്ത്? സൂറത്തുൽ മുസമ്മിൽ. കെട്ടുകൾ അഴിയാൻ സൂറത്തുൽ മുസമ്മിൽ. ശത്രുവിന്റെ ശല്യം ഒഴിവാവാൻ സൂറത്തുൽ മുസമ്മിൽ. ചെറിയ അധ്യായം സൂറത്തുൽ മുസമ്മിൽ. ശരീരത്തിന് ഉന്മേഷമുണ്ടാവാൻ സൂറത്തുൽ മുസമ്മിൽ. തളർച്ചകൾ മാറാൻ സൂറത്തുൽ മുസമ്മിൽ. നീയത്ത് വെച്ചിട്ട് അങ്ങോട്ട് ഓതിയാൽ മതി. ഇതിൽ പറയുന്നത് ഉണർന്ന് വരാൻ, ആവേശത്തോടുകൂടെ വരാൻ. യാ അയ്യുഹൽ മുസമ്മിൽ. മുത്ത് നബിയെ വിളിച്ചു, മുസമ്മിലായ നബിയെ, ഖും, ഉറങ്ങിയോടത്തുനിന്ന് എഴുന്നേൽക്കണേ, എഴുന്നേറ്റ് വരണം. ഉറങ്ങിയിട്ട് എണീറ്റ് വരുന്നതിനാ ഖും എന്ന് പറയാം. അല്ലൈൽ, ഈ രാത്രി ഉറങ്ങിയോടത്ത് എണീറ്റ്. ഇല്ല ഖലീല, കുറച്ചുറങ്ങിയാൽ മതി നബിയേ. അപ്പൊ ഉറക്കച്ചടയുണ്ട്, ക്ഷീണമുണ്ട്. ആ ക്ഷീണം മാറ്റിയിട്ട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞ സൂറത്ത് ഓതി ആ ക്ഷീണം അങ്ങോട്ട് മാറണം. ഖുമിൽ ലൈല ഇല്ലാ ഖലീല. ഈ രാവിൽ കുറഞ്ഞ സമയം മാത്രം അങ്ങ് ഉറങ്ങ് നബിയേ. നിസ്ഫഹു, കുറഞ്ഞ സമയം ഉറങ്ങ് എന്ന് പറഞ്ഞതിനെ പിന്നെയും പകുതിയാക്ക് നബിയേ. അവൻഖുസ് മിൻഹു ഖലീല, പകുതി ഉറങ്ങിയാൽ മതി എന്ന് പറഞ്ഞതിന് പിന്നെയും കുറയ്ക്ക് നബിയേ. ഇങ്ങനെ പറയുന്നോടത്തൊരു മനുഷ്യന്റെ മനസ്സിന് മടുപ്പ് വരാൻ പാടില്ല. ഔ സിദ് അലൈഹി, കുറഞ്ഞതിൽ അങ്ങ് മാറ്റി വെച്ചതിൽ കൂടുതലും ഉറങ്ങാതെ നോക്ക് നബിയെ. ഈ മനുഷ്യൻ എവിടെ ഉറങ്ങാൻ? വന്നിട്ടങ്ങ് നിസ്കരിക്ക് നബിയെ. അങ്ങനെ ചെയ്തിരുന്നു സയ്യിദുനാ റസൂലുള്ളാഹി. ഒരു തളർച്ചയും ഉണ്ടായിട്ടില്ല, ഒരു ക്ഷീണവും ഉണ്ടായിട്ടില്ല. എന്താണ് ഈ ഉന്മേഷത്തിന്റെ, ആവേശത്തിന്റെ പിന്നിലുള്ള ആ രഹസ്യം? ഖുർആൻ പറഞ്ഞു, വറത്തിലിൽ ഖുർആന തർത്തീലാ.
ഖുർആൻ നന്നായിട്ട് ഓതിയാ മതി, ക്ഷീണം മാറിക്കോളും, തളർച്ച മാറും, നിസ്കരിക്കാൻ ആവേശമുണ്ടാവും. അലാറൻ വേണ്ട, ഖുർആൻ ഓദിക്കോ. അല്ലാഹുവിന്റെ ഹബീബിന്റെ ഒരു പതിവായിരുന്നു ഖുർആൻ ഓതൽ. സ്വഹീഹുൽ ബുഖാരി ഒരു ഹദീസ് പറയുന്നുണ്ട്, സ്വഹാബികൾ ഇങ്ങനെ പ്രകീർത്തിച്ചു കൊണ്ടിരിക്കാ, ഓരോരുത്തരും നബിയെ കുറിച്ച് പറയാ. നമ്മുടെ കാലഘട്ടത്തിൽ കുറെ ആളുകൾ പറയാ, അങ്ങനെ പ്രകീർത്തിച്ച ശിർക്കാണ് മുസ്ലിയാരെ, പോയല്ല പണി നോക്കാൻ പറയും. സ്വഹാബികൾ ചെയ്തത് അങ്ങനെയാണ്, പ്രകീർത്തിക്കലായിരുന്നു. ചിലരിങ്ങനെ പറയാൻ തുടങ്ങി, നബിയുടെ പുകളുകൾ ഇങ്ങനെ പറയാൻ തുടങ്ങി. അന്ന് പ്രധാനമായും പറഞ്ഞിരുന്നത് അല്ലാഹുവിന്റെ ഹബീബിന്റെ ഇബാദത്ത. ഹൈസം ഇബ്നു സിനാൻ എന്ന സ്വഹാബിയിൽ നിന്നും ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസാണ്. സദസ്സിൽ സന്നിഹിതരായ സ്വഹാബികളുടെ മുന്നിൽ അല്ലാഹുവിന്റെ ഹബീബിന്റെ പ്രകീർത്തനങ്ങൾ പറയുന്നോടത്ത് മഹാനായ സ്വഹാബി ശ്രേഷ്ഠൻ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പ്രകീർത്തിക്കാൻ തുടങ്ങി. റസൂലുള്ളാഹിയുടെ ഇബാദത്തിനെ കുറിച്ച് പ്രകീർത്തനത്തിന്റെ വാക്കുകളിൽ കടമായി മഹാനവറുകൾ അവതരിപ്പിക്കാൻ തെരഞ്ഞെടുത്തു. സ്വഹാബി പ്രമുഖനായ അബ്ദുല്ലാഹി ഇബ്നു റവാഹ തങ്ങൾ റസൂലുള്ളാഹിനെ കുറിച്ച് പാടിയത്, ഇന്ന അഖാകും ലാ യഖൂലു റഫസ് യഅനി ബിഹി അബ്ദുല്ലാഹി ഇബ്നു റവാഹ. പ്രിയപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു റവാഹ റസൂലുള്ളാഹിനെ കുറിച്ച് പ്രകീർത്തിച്ച് പറഞ്ഞത് ഞാൻ ഇവിടെ പറയാം. എന്താണ് അബ്ദുല്ലാഹി ഇബ്നു റവാഹ ഹബീബായ നബിയെ കുറിച്ച് പറഞ്ഞത്? വഫീനാ റസൂലുള്ളാഹി യത്ലൂ കിതാബഹു ഇദാ ശഖ മഅറൂഫു മിനൽ ഫജ്രി സാതിഉ അറാനൽ ഹുദാ ബഅദൽ അമാ ഫഖുലൂബുനാ ബിഹി മുഖിനാതുൻ അന്ന മാ ഖാല വഖിഉ യബീതു യുജാഫി ജംബഹു അൻ ഫിറാസിഹി ഇദാ ഇസ്തഖാലത് ബിൽ മുശ്രികീന മലാജിഉ സ്വലാത്തു വതസ്ലീമു വഅസ്കാ തഹിയ്യതി അലൽ മുസ്തഫൽ മുഖ്താരി ഖൈറുൽ ബരിയതി. സ്വഹാബി പാടി, വഫീനാ റസൂലുള്ളാഹി യത്ലൂ കിതാബഹു. തനിച്ചിരുന്ന് ഖുർആൻ ഓതി ആസ്വദിക്കുന്ന ഒരു നബിയാ ഞങ്ങളുടെ കൂട്ടത്തിലുള്ളത്. ആ നബിയുടെ പേരാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അബൂ ഹസൻ അലി അൻ-നദ്വി സാഹിബ് അദ്ദേഹത്തിന്റെ ലോക പ്രശസ്ത കിതാബായ റിജാലുൽ ഫിക്രി വദ്ദഅവതി ഫിൽ ഇസ്ലാം എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തുന്നത് കാണാം, ളുഹർ നിസ്കാരം കഴിഞ്ഞാൽ മഹാനായ ശൈഖ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ അൽ ജീലാനി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് ഖുർആൻ പാരായണം നടത്തും. ആസ്വദിച്ച് അത് കേൾക്കാൻ ആയിരങ്ങളാണ്. ഖുർആൻ പാരായണം കേട്ടാൽ മതി. അല്ലാഹുവിന്റെ ഹബീബിന്റെ പ്രത്യേകത എന്താ? ഉസസിന്റെ ഉദയനേരം എന്ന് പറഞ്ഞാൽ തഹജ്ജുദിന്റെ നേരത്ത് എഴുന്നേറ്റ് വന്നുകൊണ്ട് പരിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്യുന്ന നബിയാണ് മുഹമ്മദ് മുസ്തഫ. യബീതു യുജാഫി ജംബഹു അൻ ഫിറാശിഹി ഇദാ തഖാലത് ബിൽ മുശ്രികീനൽ മലാജിഉ. ഖുറൈശി തറവാട്ടിലെ തമ്പുരാക്കന്മാരുടെ ശരീരത്തിന്റെ ഭാരം കൊണ്ടും വലിപ്പം കൊണ്ടും അവർ കിടന്നുറങ്ങുന്ന കട്ടിലുകൾ വീർപ്പ് മുട്ടുമ്പോൾ ആയിഷ ബീവിയുടെ കിടപ്പറയിൽ നിന്നും ഹഫ്സ ബീവിയുടെ കിടപ്പറയിൽ നിന്നും എഴുന്നേറ്റ് വന്നുകൊണ്ട് ശരീരത്തിൽ ഒട്ടിപ്പിടിച്ചിരിക്കുന്ന പുതപ്പ് തട്ടി മാറ്റിയിട്ട് വന്ന് നിസ്കരിക്കുന്ന
ഖുർആൻ ഓതുന്ന മുഹമ്മദ് മുസ്തഫ. അന്നേരം എണീറ്റ് വരാൻ ഒരലാറിനും വേണ്ട. ആ പകല് കുറെ ഖുർആൻ ഓതിയ ആളാണെങ്കിൽ അന്നേരം എണീറ്റ് വരുമ്പോ ഉറക്കച്ചടയില്ല. ഖുർആൻ പാരായണം മനോമുഖരത്തിന്, തലച്ചോറിന് കൊടുക്കുന്നൊരു ഉത്തേജനമുണ്ട്. അതൊരു വല്ലാത്ത ഉണർവാണ്. അള്ളാഹു തരട്ടെ. അതുകൊണ്ട് ഏതൊരു കാര്യം ചെയ്യുമ്പോഴും അള്ളാന്നുള്ളൊരു ചിന്ത ഉണ്ടാവാൻ ഖുർആൻ പാരായണം കൂടിയാൽ മതി. വർത്താനം പറയുമ്പോ ഞാൻ ഈ പറയണത് എനിക്ക് അള്ളാഹ് കൂലി തരോ ഇല്ല, ഇതിന്റെ പേരിൽ അള്ളാഹ് എന്നെ പിടിച്ചു നിർത്തോ ഇല്ലയോ. നിസ്കാരം നമ്മുടെ കൂടെ ഉണ്ടാവാൻ, നിസ്കാരം നമ്മുടെ കൂടെ ഒരു സഹായമായിട്ടുണ്ടാവണം, എപ്പോഴും ഉണ്ടാവണം. അതിന്റെ നിസ്കാരത്തിന്റെ പവറാ. നമ്മൾ നിസ്കരിക്കണ്ട്. ഞാൻ എത്രയോ ഉസ്താദ് നിസ്കരിക്കാ, ളുഹ, തഹജ്ജുദ് ഒക്കെ നിസ്കരിക്കണ്ട്. എന്നിട്ടും എന്റെ വീട്ടിലെ പശു ചത്തുപോയല്ലോ ഉസ്താദേ എന്നാ പറയാ, അല്ലെ? ആട് വെള്ളം കുടിക്കാനുള്ള ഉസ്താദ്. ഞാൻ എന്തിനാ അങ്ങനെ നിസ്കരിക്കണേ? അതിനൊക്കെ നിസ്കാരത്തിന്റെ പുറത്തേക്ക് കയറും. അത് ആവണില്ല. അതുകൊണ്ടാണ് وَإِنَّهَا لَكَبِيرَةٌ إِلَّا عَلَى الْخَاشِعِينَ الَّذِينَ يَظُنُّونَ أَنَّهُمْ مُلَاقُو رَبِّهِمْ وَأَنَّهُمْ إِلَيْهِ راجعون. സൂറത്തുൽ ബഖറ. നിസ്കാരം നിന്റെ കൂടെ സഹായ. നിസ്കാരമാണ്. അതിനെന്ത് ചെയ്യണം? അതിന് ഖുർആൻ ഓതണം. ഞാനൊരു സൂറത്ത് പറയാം. നമ്മൾ സ്ഥിരം ഓതുന്ന ഒരു സൂറത്താണ്. കൂടുതൽ ഓതിയാൽ മതി. ഓതുമ്പോ അതിൻ്റെതായ അതപ്പില്. കാണാതെ ഓതാൻ അറിയാം, എന്നാലും കണ്ടോതണം. കാണാതെ ഓതാൻ അറിയാമെന്നാലും കണ്ടോതണം. ഒളുവോടുകൂടെ അതപോടുകൂടെ ഓതണം. വേഗത കുറച്ചോതണം. നോക്കി ഓതുമ്പോൾ കണ്ണിനൊരു കുളിർമ. ഖുർആന്റെ ലിപിയല്ലേ. നോക്കി ഓതലും കണ്ണിന്റെ ഒരു പാരായണം. കണ്ടു ഓതുമ്പോൾ കണ്ണിനും ഒരു പാരായണം, കാതിനും ഒരു പാരായണം. ഖുർആന് വേണ്ടിയിട്ട് നമ്മളൊരു ബഹുമാനത്തോടുകൂടെ കടന്നു വരുന്ന ഉളൂഇന്റെ ഒരുക്കങ്ങൾ എല്ലാം കൂലിയാണ്. അതിനുവേണ്ടി തന്നെ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഉളൂഓടുകൂടിയുള്ള പാരായണത്തിന് പ്രത്യേകതകൾ കൂടുതലാ. ഒരു സൂറത്ത് ഞാൻ പറയാം. പരിശുദ്ധമായ ഖുർആനിന്റെ ഹൃദയമാണ് ആ സൂറത്ത് എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. ഖുർആന്റെ ഹൃദയം ഏ സൂറത്ത്? സൂറത്ത് യാസീൻ. സൂറത്ത് യാസീൻ ഖുർആന്റെ ഹൃദയമാണെന്ന് അല്ലാഹുവിന്റെ ഹബീബ് നബിയുനാ റസൂലുള്ളാഹി ലികുല്ലി ശൈഇൻ ഖൽബ് വഖൽബുൽ ഖുർആൻ. സൂറത്ത് യാസീൻ വല്ലാത്തൊരു സൂറത്ത്, വല്ലാത്തൊരു സൂറത്ത്. യാസീൻ ഇങ്ങനെ കൂടുതൽ ഓതാം. യാസീൻ കൂടുതൽ ഓതുന്ന ആൾക്ക് മരിക്കാൻ നേരം ലാ ഇലാഹ ഇല്ലല്ലാഹ് നാവിൽ ഇങ്ങനെ നേരെ വരും. എന്തുകൊണ്ടാന്നറിയോ? ഈ യാസീന്റെ ക്രോഡീകരണത്തിന്റെ ഒരു വൽഹാസിൽ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ ധ്വനിയാണ് ഉത്തേജിപ്പിക്കുക. എന്റെ വക പറഞ്ഞതല്ല. മഹാനായ ഇസ്മായിൽ അൽ ഹഖ് ബറൂസവി റൂഹുൽ ബയാനിൽ സൂറത്ത് യാസീന്റെ വ്യാഖ്യാനത്തിൽ പറയുന്നുണ്ട്, യാസീന്റെ അക്ഷരങ്ങളുടെ ക്രോഡീകരണം ഒരു മനുഷ്യന്റെ ഖൽബിൽ തൗഹീദിന്റെ ധ്വനി എത്തിക്കാം. യാസീനുമായി നിരന്തരം ബന്ധമുണ്ടോ? എന്നാൽ മരിക്കാൻ നേരം കെലിമ നാവിൽ ഇങ്ങനെ അറിയാതെ വരും. കാരണം യാസീന്റെ ടോട്ടൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അല്ലാഹു അനുഗ്രഹിച്ച യാസീനെ കുറിച്ച് പിന്നൊരിക്കൽ പറയാം. ഒരൽപ്പം പറയാം. യാസീനോദനം അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വർഗ്ഗത്തിന്റെ സന്തോഷത്തിലും സൂറത്ത് യാസീൻ. സന്തോഷം വരുമ്പോ നമ്മളങ്ങ് മൂളിപ്പാടാറുണ്ടല്ലോ. അങ്ങനെയുണ്ട്. സന്തോഷം ഉണ്ടെങ്കിൽ ആ പച്ചക്കറി അരിയുമ്പോഴൊക്കെ അങ്ങനെ അറിയാതൊരു പാട്ടൊക്കെ പാടും. സന്തോഷം വരുമ്പോ ഒരു പാട്ട്. സ്വർഗം സന്തോഷമാ, സുഖങ്ങളില്ലാതെപ്പോഴും ആരോഗ്യമാ, അസ്വാജ് മൊത്തിയിട്ടെപ്പോഴും ഉല്ലാസമാ, ഹുറുൽ ഹിസാൻ അടുത്തെപ്പോഴും ഇരിപ്പുണ്ട്,
താരാട്ട് പാടാൻ തോഴികൾ പലതുണ്ട്. മനോഹരമാ സ്വർഗം, സന്തോഷമാ സ്വർഗം. അള്ളാഹു സ്വർഗം തരട്ടെ. അള്ളാഹുവിന്റെ സ്വർഗം അവൻ ഔദാര്യമായി നമുക്കും നമ്മുടെ കുടുംബത്തിനും മരിച്ചുപോയവർക്കും തരട്ടെ. സ്വർഗത്തിന്റെ അനുഗ്രഹീതമായ കണ്ണിന് കുളിർമയുള്ള കാഴ്ചകൾ, എന്തോ ഒരു രസകരമായ കാഴ്ചകൾ അതിലുണ്ട്. മുന്തിരി തോട്ടവും റുമ്മാനും രസമുള്ളതാ കദളിപ്പഴം തിന്നാനും. കിളക്കണ്ട പൂട്ടണ്ട വെയിൽ കൊള്ളണ്ട, നിനക്കുള്ളതൊന്നും തന്നെ നീ അറിയണ്ട. മോഹിച്ച പഴമടുക്കുന്നതാ കയറണ്ട, പറിച്ചാലുടൻ മുളയ്ക്കുന്നതാ കുറയണ്ട. കാലപ്പഴക്കത്താൽ നീ നരയ്ക്കണ്ട, 33 കവിയണ്ട. സന്തോഷ സ്വർഗം. സന്തോഷം വരുമ്പോൾ മൂളും, സന്തോഷം വരുമ്പോൾ 2 വരി ഒന്ന് പാടും. സ്വർഗവാസികൾ പാട്ടുപോലെ സ്വർഗത്തിൽ പാടാൻ മൂളാൻ, സ്വർഗത്തിന്റെ ആനന്ദത്തിൽ ലയിക്കാൻ അവരിൽ ചുണ്ടിൽ ഒഴുകി ഒഴുകി വരുന്ന അനശ്വരമായ വാക്കുകൾ 3 സൂറത്തുകളാണെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. 1 സൂറത്ത് ത്വഹ, 2 സൂറത്ത് യാസീൻ, 3 സൂറത്ത് മറിയം ഹബീബായ മുഹമ്മദ് മുസ്തഫ. ചില റിവായത്തിലുണ്ട് സൂറത്ത് യൂസുഫ് എന്നുണ്ട്. സൂറത്ത് യാസീൻ സ്വർഗത്തിലുണ്ട്. സൂറത്ത് യാസീൻ സ്വർഗത്തിലുണ്ട്. ആദം നബിയെ സൃഷ്ടിക്കുന്നതിന്റെ 2000 കൊല്ലം മുമ്പ് അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ മുന്നിൽ പാരായണമുണ്ട്. സൂറത്ത് ത്വഹ, സൂറത്ത് യാസീൻ. നബിയുനാ റസൂലുള്ളാഹി വലിയ പഴയ സൂറത്താണ്. ആദം നബിയെ സൃഷ്ടിക്കുന്നതിന്റെ 2000 കൊല്ലം മുമ്പ് അള്ളാഹു പാരായണം ചെയ്തു സൂറത്ത് യാസീനും സൂറത്ത് ത്വാഹയും. ഇനി ഭൂമിയൊക്കെ അവസാനിച്ചു മഹ്ശറയും കഴിഞ്ഞ് സ്വർഗത്തിലെത്തിയാലും അവിടെ സൂറത്ത് യാസീൻ. നല്ല പഴക്കമുള്ള സൂറത്താണ്. ഹബീബായ നബി തങ്ങൾ പഠിപ്പിച്ചു, ഇന്നല്ലാഹ തആല ഖറഅ ത്വാഹ വ യാസീൻ ഖബ്ല അൻ ഖലഖ ആദമ ബിഅൽഫി. ആദം നബിയെ സൃഷ്ടിക്കുന്നതിന്റെ 2000 കൊല്ലം മുമ്പ് അള്ളാഹു താഹ സൂറത്തും യാസീൻ സൂറത്തും പാരായണം ചെയ്തു. ഇത് മലക്കുകൾ കേട്ടു. മഹാനായ ഇസ്മാഈൽ അൽ ഹഖൽ ബറൂസവി റൂഹുൽ ബയാനിൽ ഈ ഹദീസ് പറയുന്നുണ്ട്, ഫഇദാ സമിഅത്തുൽ മലായികതു, അല്ലാഹുവിന്റെ പാരായണം മലക്കുകൾ കേൾക്കുമ്പോൾ, ഖാലൂ, അവര് പറയുമായിരുന്നു, തൂബാ ലി ഉമ്മത്തിൻ, ഈ സൂറത്തുകൾ അവതരിക്കപ്പെടുന്ന സമുദായത്തിന് മംഗളം ഞങ്ങൾ നേരുന്നു. വതൂബാ ലി അൽസുനിൻ തതകല്ലമു ബിഹാദാ, സൂറത്ത് ത്വാഹയും സൂറത്ത് യാസീനും ഒരു വട്ടം ഓതാൻ ഭാഗ്യമുള്ള നാവേ, നിനക്ക് ഞങ്ങൾ മംഗളം നേരുന്നു. വതൂബാ ലി അജ്വാഫിൻ തഹ്മിലു ഹാദാ, സൂറത്ത് ത്വാഹയും സൂറത്ത് യാസീനും മനപ്പാടമുള്ള ഖൽബിന്റെ ഉടമേ, നിന്റെ ഹൃദയത്തിലേക്ക് അല്ലാഹുവിന്റെ ഐശ്വര്യമുണ്ടാവട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു എന്ന് അന്ന് മലക്ക് ദുആ ചെയ്തിട്ടുണ്ടെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. ഒരാൾ മരണാസന്നനാണ് എങ്കിൽ സൂറത്ത് യാസീൻ കേൾപ്പിക്കണേ. യാസീൻ കേട്ട് മരിച്ചാൽ ആ മനുഷ്യന് അള്ളാഹുവിന്റെ മഹാന്മാരായ മലക്കുകൾ ജനാസാനുഗമനത്തിൽ അയാളുടെ കൂടെ ഉണ്ടാകുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. പിന്നീട് വിശദീകരിക്കാൻ നമുക്ക്. ഏതായാലും പരിശുദ്ധമായ ഖുർആന്റെ പാരായണം നിരന്തരം ഉണ്ടായാൽ നമുക്ക് ജീവിതത്തിൽ കിട്ടുന്ന ഏറ്റവും വലിയ നേട്ടം നമ്മുടെ അമലുകൾക്ക് ഹൃദയ സാന്നിധ്യം ഉണ്ടാകും. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഇത് മഹാന്മാര് കണ്ടെത്തിയ ഒരു തത്വമാണ്. ഒരുപാട് ഖത്തോദി ആളുകളൊക്കെ ഉണ്ട്.
മഹാനായ ഇമാം ബൈഹഖി അവിടുത്തെ ശുഅബിൽ ഒരു മഹാനെ പറയുന്നുണ്ട്, മഹാനായ ഇബ്നു സദാൻ റളിയല്ലാഹു അൻഹു ഒരു ദിവസം 4 ഖത്ം ഓതുമായിരുന്നു. അള്ളാഹു സമയത്തിന് ബർക്കത്ത് കൊടുത്താ അത് ഉണ്ടാവും. ഒരു ദിവസം 4 ഖത്ം. എന്റെ വകയല്ല, ഇമാം ബൈഹഖി ഉദ്ധരിക്കുന്നുണ്ട്. 4 ഖത്ം ഒരു ദിവസം ഓതുമെങ്കിൽ ആ മഹാൻ 30 ദിവസത്തിൽ 3 12 120 ഖത്ം ഓതുമായിരുന്നു. ഒരു പ്രാവശ്യം അങ്ങനെ ചെയ്തു എന്നല്ല പറഞ്ഞു, നിരന്തരം എങ്ങനെയാണ്. മഹാനായ ഇമാം ശാഫിഈ കേട്ടോളൂ, മഹാനായ ഇമാം നവവി ശറഹുൽ മുഹദ്ദബിന്റെ തുടക്കത്തിൽ അതിന്റെ മുഖദ്ദിമയിൽ പറയുന്നുണ്ട്, ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു യഖ്തിമു ഫീ കുല്ലി ശഹ്റിൻ 60 ഖത്മാ. 60 ഖത്ം ഒരു മാസം ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു. അപ്പൊ ഒരു ദിവസം 2 ഖത്ം, ഒരെണ്ണം പകല് ഒരെണ്ണം രാത്രി. രാത്രിയിലെ ഖത്ം നിസ്കാരത്തിന്റെ അകത്ത്. അവർക്ക് ഒരുപാട് ഇബാദത്ത് ചെയ്തു, ഒരുപാട് ഇബാദത്ത്, നിരന്തരം ഇബാദത്ത് തന്നെ. ഖുർആൻ ഓതിക്കൊണ്ടൊരു മഹാൻ മരണപ്പെട്ടു. സ്വഹാബിയായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ നിരന്തരം ഖുർആൻ ഓതന്നെ. ഖുർആനിന്റെ ക്രോഡീകരണത്തിൽ ആ ജീവിതത്തിന് വലിയ ബന്ധമുണ്ട്. സൂറത്തുൽ ബഖറ ഓതുമ്പോഴാ മരണം. ആ ശരീരത്തിൽ നിന്നും പൊടിഞ്ഞു വീണ രക്തം ആ മുസഹഫിന്റെ പകർപ്പിൽ വീണിട്ടുണ്ട്. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ നിസ്കാരത്തിന്റെ ലഹരി കിട്ടിയ മഹാനാണ്. നിസ്കാരത്തിന്റെ ലഹരി കിട്ടിയ മഹാനാണ് ഉസ്മാൻ. എന്തുകൊണ്ട്? നിസ്കാരത്തിന്റെ ലഹരി കിട്ടാൻ ഖുർആൻ ഓതി, ഒരുപാട് ഓതി ഓതി ഓതി. ഫത്ഹുൽ ബാരിയിൽ കാണാം ഹദീസ്, ഇസ്നാദുൻ സ്വഹീഹ് എന്നാണ് ഇബ്നു ഹജർ തങ്ങൾ ഹദീസ് പറഞ്ഞിട്ട് പറയുന്നത്, അനിസ് സായിബ് ഇബ്നു യസീദ് അന്ന ഉസ്മാൻ ഖറഅൽ ഖുർആന ലൈലതൻ ഫീ റകഅത്തിൻ ലം യുസല്ലി ഗൈറഹാ. വിത്ർ നിസ്കരിക്കുമ്പോൾ അൽ ബഖറ കഴിഞ്ഞാൽ, വിത്ർ നിസ്കരിക്കുമ്പോൾ ഫാത്തിഹ കഴിഞ്ഞാൽ നേരെ അൽ ബഖറ അവിടെ നിന്ന് തുടങ്ങിയ പിന്നെ ഖുർആന്റെ ലഹരിയാണ്. നിസ്കാരത്തിൽ ഖുർആന്റെ ലഹരി സയ്യിദുനാ ഉസ്മാൻ നിസ്കാരത്തിന്റെ ഭാരമറിയാതെ പോയി. സൂറത്തുൽ അൻആം ഓതിക്കൊണ്ടിരിക്കുമ്പോൾ മരണപ്പെട്ട ആളാണ് നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹ. ഖുർആൻ ഇങ്ങനെ ഓതി ഓതി നഫീസത്തുൽ മിസ്രിയ ഏറെ കറാമത്തും കാട്ടിയേ ബീവി നെയ്ലെന്ന നദിയെ ഒഴുക്കിയേ ഏറ്റവും ഫളൽ ഷറഫൂട്ടിയേ ഖുർആൻ ഓതുമ്പോൾ നോമ്പോടെ മൗത്തായേ. വല്ലാത്ത ഒരു ജീവിതമായിരുന്നു. ഖുർആൻ ഓതിക്കൊണ്ടിരിക്കെ, സൂറത്തുൽ അൻആം ഓതിക്കൊണ്ടിരിക്കെ നോമ്പോടുകൂടെ മരണപ്പെട്ടു. ബിവി നഫീസത്തുൽ മിസ്രിയ ഏറെ വീരീത ശറഫ് മികന്തുള്ള ബിബരം വിലായത്തിൽ പൂത്തുള്ള നല്ല വളർമാന നഫീസത്തുൽ മിസ്രിയ ബാബി ഖിയാമത്തെ ഓർത്തല്ലോ ബീവി വലിയോനിൽ ദുആതോനെ ചേർത്തല്ലോ വീടുള്ളിൽ ഖബറും പണിതല്ലോ അതിൽ ബി ഒരുപാട് ഖത്തം തീർത്തല്ലോ. ബെഡ്റൂമില് ഖബർ കുഴിച്ച് ഖത്തോതി. എത്രയാന്നറിയോ? ഒരു റിവായത്തനുസരിച്ച് 6000, ഒരു റിവായത്തനുസരിച്ച് 2000, ഒരു റിവായത്തിൽ 1900, ഒരു റിവായത്തിൽ ആ കിടപ്പ് മുറിയിൽ ആ ഖബറിൽ 190 ഖത്തം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അമൽ ചെയ്തവരൊക്കെ ഖുർആൻ ഓതിയിട്ടുണ്ട്, അമൽ ചെയ്തവരൊക്കെ ഖുർആൻ ഓതിയിട്ടുണ്ട്. നമുക്ക് മോദണം, അല്ലാഹുവേ നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. ഞങ്ങളുടെ അമലുകൾക്ക് ബർക്കത്ത് ഉണ്ടാവണം, അതിന് ഖുർആൻ പാരായണം വേണം. നീ ഞങ്ങളെ സഹായിക്കണേ അല്ലാഹ്.
നിരന്തരം നമ്മൾ പാരായണം ചെയ്യുന്ന അല്ലെങ്കിൽ പാരായണം ചെയ്യേണ്ട ഒരു സൂറത്താണ് സൂറത്തുൽ വാഖിഅ. വല്ലാത്ത ശ്രേഷ്ഠതയുള്ള ഒരു സൂറത്താണ് സൂറത്തുൽ വാഖിഅ. നമ്മൾ ഓതണം, മക്കൾ ഓതണം. വീട്ടിൽ ആരെങ്കിലും ഓതാതിരിക്കരുത്. ഒരു വീടിന്റെ വരുമാനമാണ് സൂറത്തുൽ വാഖിഅ എന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. കുടുംബത്തിലേക്കുള്ള വരുമാനം, സാമ്പത്തിക ബറക്കത്ത് സൂറത്തുൽ വാഖിഅ. സൂറത്തുൽ മുൽക്ക് നമ്മുടെ ഭാവിയാണ്, ഖബറാണ്. കേട്ടോളൂ, ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. മഹാനായ ഇമാം ഇബ്നു അബീ ശൈബ അവിടുത്തെ മുസന്നഫിൽ ഈ ഹദീസ് പറയുന്നുണ്ട്. അൻ മസ്റൂഖ് ഖാല, പുണ്യ നബിയുടെ ഒരു ഹദീസ് സ്വഹാബികൾ പഠിച്ചെടുത്തത്. മൻ സറഹു അൻ യഅലമ ഇൽമൽ അവ്വലീന വൽ ആഖിരീൻ വഇൽമ ദുനിയാ വഇൽമൽ ആഖിറ ഫൽഖറ സൂറത്തുൽ വാഖിഅ. ഇൽമ് ഉണ്ടാവണോ, വാഖിഅ ഓതൂ. സൂറത്തുൽ വാഖിഅ വളരെ ചെറിയ സൂറത്ത്. ഒരു ദിവസം ഒരാൾ 100 ആയത്തെങ്കിലും ഓതണമെന്നാണ് മഹാന്മാർ പഠിപ്പിച്ചിട്ടുള്ളത്. 100 ആയത്തിൽ കുറയാൻ പാടില്ല. ഒരു ദിവസം 100 ആയത്ത് നമ്മൾ ഓതണം. ഈ 100 ആയത്ത് എന്നൊക്കെ പറഞ്ഞപ്പോ ഒരുപാടൊന്നുമില്ല, വളരെ നിസ്സാരമാണ് 100 ആയത്ത് എന്നൊക്കെ പറഞ്ഞാൽ. 100 ആയത്ത് ഒരു ദിവസം ഓതണമെന്ന് മഹാന്മാർ പറയുമ്പോ ആ 100 ആയത്തിലേക്കുള്ള ഏറ്റവും എളുപ്പ വഴി സൂറത്തുൽ വാഖിഅയാണ്. എന്തുകൊണ്ട്? 96 ആയത്ത് അവിടെ തന്നെ ഉണ്ട്. എവിടെ? സൂറത്തുൽ വാഖിഅ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇദാ വഖഅത്തുൽ വാഖിഅ ലൈസ ലിവഖഅതിഹാ കാദിബ ഖാഫിളത്തുർ റാഫിഅ ഇദാ റുജ്ജത്തിൽ അർദു റജ്ജാ വബുസ്സത്തിൽ ജിബാലു ബസ്സാ فكانت هباء منبثا وكنتم أزواجا ثلاثا فأصحاب الميمنة ما أصحاب الميمنة وأصحاب المشأمة ما أصحاب المشأمة والسابقون السابقون أولئك المقربون في جنات النعيم ثلة من الأولين. മനോഹരമായ വരികൾ പരിശുദ്ധമായ ഖുർആനിലെ 96 ആയത്തുകളാ സൂറത്തുൽ വാഖിഅയിലുള്ളത്. 100 ആയത്ത് ഒരു ദിവസം നമ്മൾ ഓതിക്കഴിഞ്ഞാൽ ഈമാൻ ഫസാദാവൂല. 96 എണ്ണം വാഖിഅയിലുണ്ട്. വാഖിഅ പദവുണ്ടെങ്കിൽ വലിയ ഒരു അദബ് ജീവിതത്തിൽ ഉണ്ടാകും. ഇൽമ് നന്നാവും. ഇൽമ് എന്ന് പറഞ്ഞ നിസ്കാരത്തിന്റെ ഫർളും ശുർത്തും മാത്രമല്ല, പഠിക്കാൻ പറ്റിയ എല്ലാത്തിനും ഇൽമ് എന്നാ പറയാ. ഇൽമ് അള്ളാഹുലേക്കുള്ളതാവണം. മക്കള് പഠിക്കണ്ടല്ലോ, വാക്യം എഴുതാൻ പറയും. മക്കളെ കൊണ്ട് പഠിക്കുന്ന മക്കള് നിർബന്ധമായിട്ടും വാക്യം ഓതണം. എന്തുകൊണ്ട്? ഞാൻ എപ്പോ ഓതിയ ഹദീസ് അതാ പറഞ്ഞത്. അത് മാത്രല്ല, മക്കളത് പഠിപ്പിക്കണമെന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡ് 7ാം ക്ലാസ് അങ്ങ് കഴിയുമ്പോഴേക്കും വാക്യ മനപ്പാടാക്കിയ വിടുന്നത്. നമ്മുടെ മദ്രസ സിലബസിൽ വാക്യ മനപ്പാട, സൂറത്തുൽ മുൽക്ക് മനപ്പാട. ആലോചിച്ച് നോക്കണം. പുണ്യ നബിയുടെ ഹദീസ് മഹാന്മാർ ഉദ്ധരിക്കുന്നു. മഹാനായ ഇബ്നു അബീ ശൈബ തങ്ങൾ അവിടുത്തെ മുസന്നഫിൽ ഉദ്ധരിക്കുന്നു. ഇമാം ബുഖാരിയുടെ ഉസ്താദ് റളിയല്ലാഹു അൻഹു, മൻ സറഹു അൻ യഅലമ ഇൽമൽ അവ്വലീന വൽ ആഖിരീൻ വഇൽമദ് ദുനിയാ വൽ ആഖിറ. മുൻപ് കഴിഞ്ഞു പോയവർ പഠിച്ചു വെച്ച അറിവ് കിട്ടണോ, ഇനി വരാനുള്ളവർ പഠിക്കാനുള്ള അറിവ് കിട്ടണോ, ദുനിയാവിന്റെ അറിവ് കിട്ടണോ, ആഖിറത്തിന്റെ അറിവ് കിട്ടണോ, ഭൗതിക അറിവും ആത്മീയ അറിവും ഏതൊക്കെ പേര് ചൊല്ലി വിളിച്ചാലും അറിവ് ബറക്കത്തുള്ളതാവണോ, അറിവ് ഉപകാരമുള്ളതാവണോ. ഫൽഖറ സൂറത്തുൽ വാഖിഅ,
സൂറത്തുൽ വാഖിഅ ഓതട്ടെ, അറിവ് ഉണ്ടാകുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. പഠിച്ചിട്ട് മനസ്സിൽ കേറണില്ല ഉസ്താദേ. പഠിച്ചാ മനസ്സിൽ കയറും. പഠിച്ചതിനാ മനസ്സിൽ കയറിയതെന്ന് പറയാ, പഠിക്കാത്തതാ മനസ്സിൽ കയറാത്തത്. അതാണ് അതിന്റെ മനഃശാസ്ത്രം. പക്ഷെ അതിലേക്ക് മടി കളഞ്ഞ് വരികയും വന്ന് പഠിച്ചുണ്ടാക്കിയത് ഉപകാരപ്പെടുകയും ചെയ്യണോ. വാക്യ ഓതിക്കോളാൻ സയ്യിദുനാ റസൂലുള്ളാഹി. മക്കളെ പഠിപ്പിക്കണം, പ്രത്യേകിച്ച് പെൺകുട്ടികൾ. എന്റെ പ്രിയമുള്ളവരെ, പട്ടിണി കിടക്കാൻ വേണമെന്ന് ഡിഗ്രി, ചുമ തെണ്ടാൻ പോകാൻ വേണം ഒരു MA. അത്രയും പഠിച്ചിട്ടും ഒരു ഉപകാരമില്ല. ഒരു കുട്ടീനെ വളർത്തി ഒരു 22 വയസ്സ് വരെ അതിനെ വളർത്തിയെടുക്കാൻ നമ്മൾ തിന്നാൻ കൊടുക്കുന്നതും ഉടുക്കാനും ഇടാനും ഉടുക്കാനും കൊടുക്കുന്നതും കണക്ക് കൂട്ടിയാലും 10 കൊല്ലം അതിനെ പഠിപ്പിക്കാൻ വേണ്ടി ചെലവാക്കിയതും കണക്ക് കൂട്ടിയാലും കൂടുതൽ പണം ചെലവാകുന്നതും ടെൻഷൻ ആകുന്നതും ഈ പഠിക്കാൻ പോയ കെയറോഫിലാണ്. പഠനം അത്ര റിസ്കാ. പഠനം കൊണ്ട് ഉപകാരം ഉണ്ടാവണം. അള്ളാഹു ഉപകാരം തരട്ടെ. മക്കളുടെ പഠനത്തിൽ ഉപകാരം ഉണ്ടാവണോ, സൂറത്തുൽ വാഖിഅ പഠിപ്പിച്ചോളൂ. ഒരു ഹദീസ് കേട്ടോളൂ. മഹാനായ ഇമാം ജലാലുദ്ദീൻ സുയൂത്തി ദുർറുൽ മൻസൂറിൽ രേഖപ്പെടുത്തുന്നു. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സൂറത്തുൽ വാഖിഅ സൂറത്തുൽ ഗിന പഠിക്കുന്നതിന് മാത്രമല്ല, പഠനത്തിൽ ബർക്കത്തുണ്ടാവാൻ മാത്രമല്ല. കേട്ടോളൂ, ഹദീസ് കേട്ടോളൂ. സൂറത്തുൽ വാഖിഅ സൂറത്തുൽ ഗിന, സമ്പത്തുണ്ടാവണോ, സൂറത്തുൽ വാഖിഅ ഓതിക്കോ. മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. സൂറത്തുൽ വാഖിഅ സൂറത്തുൽ ഗിന, സൂറത്തുൽ വാഖിഅ സമ്പത്ത് ഉണ്ടാവാൻ, സമ്പത്തിൽ ബറക്കത്തുണ്ടാവാൻ സൂറത്തുൽ വാഖിഅ. ഫഖറഊഹാ, നിങ്ങളും ഓതണം. വഅല്ലിമൂഹാ ഔലാദക്കും, വീട്ടിലുള്ള എല്ലാവരും ഓതണം. ഓതാൻ അറിയാത്ത മക്കൾ അത് പഠിപ്പിച്ചു വളർത്തണം എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. ഈ ഹദീസിൽ പറഞ്ഞ വാക്യയുടെ ശ്രേഷ്ഠത സമ്പത്തിൽ ബർക്കത്തുണ്ടാവല. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഒരുപാട് കേട്ടവഴായത്, ഒരുപാട് കേട്ടിട്ടുണ്ടാകുമെന്നാലും പറയട്ടെ. മറ്റൊരു ഹദീസ് ദുർറുൽ മൻസൂറിൽ തന്നെ കാണാം. മഹാനായ അനസ് തങ്ങൾ പറയാണ്, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലിമൂ നിസാഅക്കും സൂറത്തുൽ വാഖിഅ. നിങ്ങളുടെ ഭാര്യമാർക്ക് വാഖിഅ അറിയോ എന്ന് ചോദിക്കണേ, ഇല്ലെങ്കിൽ പഠിപ്പിക്കണേ. ഭാര്യക്ക് അൽ വാഖിഅ അറിയോ എന്ന് ചോദിക്കണേ. ഇല്ല എന്ന് പറഞ്ഞാൽ ഭർത്താവേ നിന്റെ ബാധ്യതയാവള അൽ വാഖിഅ നീ പഠിപ്പിക്കണേ. എന്തുകൊണ്ട്? ഫഇന്നഹാ സൂറത്തുൽ ഗിന, നീ ജോലിക്ക് പോയാൽ സമ്പാദ്യം വീട്ടിലുണ്ടാവണോ, പെണ്ണ് വാഖിഅ ഓതണമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. നീ ജോലി ചെയ്താൽ, നീ ബിസിനസ് ചെയ്താൽ നിനക്ക് സമ്പാദ്യം ഉണ്ടാകണോ, നിന്റെ പെണ്ണ് വാഖിഅ ഓതണമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. അല്ലിമൂ നിസാഅക്കും സൂറത്തുൽ വാഖിഅ ഫഇന്നഹാ സൂറത്തുൽ ഗിന. നീ ജോലി ചെയ്താൽ സമ്പാദ്യം നിലനിൽക്കാൻ നിന്റെ പെണ്ണ് വാഖിഅ പഠിച്ചവളും ഓതുന്നവളുമാവണമെന്ന് എന്റെ വകയല്ല, നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. പെണ്ണാണാൻ പോകുമ്പോ ചോദിച്ചേക്കണം മരുമോളാവാൻ പോണ കുട്ടിയോട്, മോളെ PG കഴിഞ്ഞാ? അത് ചോദിച്ചോ, കുഴപ്പമില്ല. അതിന്റെ കൂടെ ചോദിക്കുന്നത് വാഖിഅ ഓതാൻ അറിയാവോ എന്ന് ചോദിക്കണം. ഇല്ല, മദ്രസയില് പണ്ട് പഠിച്ച, എന്നാ മോളെ ഉമ്മ ഒരു കാര്യം പറയാ, അല്ലെ വാപ്പ ഒരു കാര്യം പറയാ, കല്യാണത്തിന് ഇനിയും 2 മാസമുണ്ട്, മോള് ഒന്ന് വേഗം പഠിച്ചോ. നമ്മുടെ വീട്ടില് വാഖിഅ എല്ലാവരും ഓതലുള്ള. അപ്പൊ നീ അത് വാഖിഅ പഠിച്ചിട്ട് കല്യാണത്തിന് മുമ്പ് റെഡിയായി ഉഷാറായിട്ടിരിക്കുക ഇൻഷാ അല്ലാഹ്. അപ്പോഴാണല്ലേ മിഠായി കൊടുക്കലൊക്കെ ഉണ്ട് തോന്നുന്നു ഇപ്പൊ അല്ലേ. അപ്പൊ വാഖിഅ ഓതാൻ പഠിക്കാൻ നമ്മൾ നിർദ്ദേശിക്കണം. നമ്മുടെ സ്വന്തം മക്കളെ പഠിപ്പിക്കണം, ഉറപ്പുവരുത്തണം. മക്കള് പഠിക്കുന്നതിൽ ഇൽമിൽ ബറക്കത്തുണ്ടാവാൻ, സമ്പത്ത് വർദ്ധിക്കാൻ.
കേട്ടോളൂ. അബുൽ ഫിദാ ഇസ്മായിൽ ഇബ്നു കസീർ അദ്ദേഹത്തിന്റെ തഫ്സീറിൽ പറയുന്നുണ്ട്, അന്നബി റളിയല്ലാഹു അൻഹു ഖാല മർദ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് മർദഹു അല്ലദീ തുവഫിയ ഫീഹി ഫഅദഹു ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ. സ്വഹാബിയായ ഇബ്നു മസ്ഊദിന് രോഗം വന്നു. സാധാരണ രോഗമല്ല, ആ രോഗത്തോടു കൂടെയാണ് ഇബ്നു മസ്ഊദ് വഫാത്തായത്. ഇബ്നു മസ്ഊദ് ആരാ? ഖുർആനെ സ്നേഹിച്ച മഹാൻ, ഖുർആനെ നെഞ്ചോട് ചേർത്ത മഹാൻ ഇബ്നു മസ്ഊദ് എന്ന മഹാനായ സ്വഹാബി. ഹബീബായ നബി തങ്ങൾക്ക് വലിയ ഇഷ്ടമായി ഇബ്നു മസ്ഊദ് ഓതുന്നത് കേൾക്കാൻ. റളിയല്ലാഹു സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിൽ എന്തോ സംസാരിക്കാൻ പോയി. ഹബീബായ നബി പോയി, കൂടെ ഞാനും പോയി. സിദ്ദീഖിന്റെ വീട്ടിലായിരുന്നു സംസാരം. സംസാരമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു പോന്നു. രാത്രി ഇത്തിരി വൈകിട്ടുണ്ട്. ആരുടെയും കാൽപെരുമാറ്റങ്ങൾ റോഡിലോ വഴിയിലോ എവിടെയല്ല, എല്ലാവരും നിശബ്ദതയിലാണ്. അപ്പോഴുണ്ട് പരിശുദ്ധ മസ്ജിദിൽ ഒരാളെങ്ങനെ ഇരുന്ന് ഖുർആൻ ഓതാ. മൂപ്പര് നിസ്കരിക്കുകയും ചെയ്യുന്നുണ്ട്, നിസ്കാരത്തിലായിട്ട് ഓതുന്നു. ഫൈദം ബിറജുലിൻ ഖായിമിൻ യുസല്ലി ഫിൽ മസ്ജിദ്. ഉമർ ഇബ്നുൽ ഖത്താബ പറയുന്നത്, സിദ്ദീഖിന്റെ വീട്ടിൽ നിന്നും റളിയല്ലാഹു അൻഹു ഹബീബായ നബി തങ്ങൾ തിരിച്ചു പോന്നപ്പോ ഞാനും പോന്നു കൂടെ, സിദ്ദീഖ് കൊണ്ടുകൂടെ. ആ സമയത്ത് പള്ളിയിൽ ഒരാൾ നിസ്കരിക്കാൻ നല്ല ഉറക്കം ഓതുന്നുണ്ട്. ഹബീബായ നബി തങ്ങൾ ഞങ്ങളോട് പറഞ്ഞ, അടങ്ങണേ, നിന്നേ. കാൽ പെരുമാറ്റത്തിന്റെ ശബ്ദം പോലും നിശബ്ദതയായി കഴിഞ്ഞപ്പോൾ അള്ളാന്റെ ഹബീബ് ചോദിച്ചു, ആരാണ് ഓതുന്നതെന്നറിയുമോ? ഹബീബായ നബി തങ്ങളുടെ മൗനം നിറഞ്ഞ മുഖത്തിന്റെ ചോദ്യമാ. ആർക്കെങ്കിലും മൻ സറഹു അൻ യഖറഅൽ ഖുർആന റതബൻ കമാ നുസില ഫൽഖറ അലാ ഖിറാഅതി ഉമ്മി അബ്ദ്. വഹ്യ് ഇറങ്ങിയ പോലെ ഒന്നോതാൻ, മഹാനായ ജിബ്രീൽ ഓതിയ പോലെ ഒന്നോതാൻ. ജിബ്രീലിന്റെ മനോഹരമായ ശാബ്ദിക മിശ്രണങ്ങളെ ഒന്ന് അനുകരിക്കാൻ ആർക്കെങ്കിലും മോഹമുണ്ടെങ്കിൽ ഇബ്നു മസ്ഊദ് ഓതുന്ന പോലെ ഓതട്ടെ. ജിബ്രീലിന്റെ പാരായണത്തെ പോലെ തോന്നിക്കുന്ന പാരായണം, കേൾക്കാൻ മധുരമുള്ള പാരായണം. ഇബ്നു മസ്ഊദിന്റെ പാരായണം നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഖുർആൻ ഒരുപാട് ഓതി സ്നേഹിച്ചു പോന്ന ഇബ്നു മസ്ഊദ്. ഒരു ഹദീസും കൂടി പറയാം. സഹീഹുൽ ബുഖാരി അൻ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുമാ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇഖ്റഅ അലയ്യ. ഇബ്നു മസ്ഊദ് പറയാണ്, ഒരിക്കൽ അല്ലാഹുവിന്റെ ഹബീബ് എന്നോട് പറഞ്ഞു, ഇബ്നു മസ്ഊദേ, മോനെ നീ ഒന്ന് ഓതണേ, ഞാൻ കേൾക്കട്ടെ. ഞാൻ ചോദിച്ചു, അഖ്റഉ അലൈക, നബിയെ ഞാൻ അങ്ങേക്ക് ഓതി തരികയോ, എന്റെ ഓത്ത് കേൾക്കാൻ വേണ്ടി അങ്ങ് കാത്തിരിക്കുകയോ? ഞാൻ ഓതുന്നത് കേൾക്കാൻ അങ്ങ് കൊതിക്കുന്നോ നബിയെ? ഞാൻ ഓതുന്നത് കേൾക്കാൻ അങ്ങ് മോഹിക്കുന്നോ നബിയെ? ഞാൻ എന്തിനാണ് അങ്ങേക്ക് ഓതിത്തരേണ്ടത്? അഖ്റഉ അലൈക, ഞാൻ ഓതണോ? അങ്ങല്ലയോ ഇഖ്റ ബിസ്മിയുടെ നായകർ, അങ്ങേക്ക് ഞാൻ ഓതിത്തരണോ നബിയെ? ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്നി അസ്തഹി അൻ അസ്മഅഹു മിൻ ഗൈരി. മറ്റൊരാൾ ഓതുന്നത് കേൾക്കാൻ എനിക്ക് ഇഷ്ടമാ. അപ്പൊ ഓതല് മാത്രമല്ല ഇഷ്ടം, കേൾക്കുന്നത് ഇഷ്ടമാണ്. കേൾക്കുന്നത് നല്ലതാ. ഗർഭിണികളായ സഹോദരിമാരൊക്കെ ഉണ്ടെങ്കിൽ അവർ ഖുർആൻ ഓതണം. എന്തിനാന്നറിയോ? അവരുടെ ശരീരത്തിനുള്ള ഒരു വലിയ വ്യായാമമാണത്. ആ ശ്വാസ നിശ്വാസത്തിന്റെ താളത്തിന് കറക്റ്റായിട്ട് ഒരു വലിയ ക്രമീകരണം ഖുർആന്റെ പാരായണത്തിലൂടെ കിട്ടുന്നുണ്ട്. അത് മാത്രല്ല, ഓതി കേൾക്കുന്ന ശബ്ദം ആ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞ് കേൾക്കാം. ഗർഭിണികൾ ഗീബത്ത് നമീമത്ത് പറയുന്നോടത്തും കളവ് പറയുന്നോടത്തും കോമഡി കാണാനും സിനിമ കാണാനൊന്നും പോയിരിക്കരുത്. ആ കുഞ്ഞ ശബ്ദം കേൾക്കാം. സമീഅ ബസീർ എന്ന പ്രയോഗ ഖുർആനിലുള്ളത്. സമീഅ ആദ്യം വരും, കേൾവി. ബസീർ പിന്നെ വരാ, കാഴ്ച.
ഒരു 3 മാസമൊക്കെ കഴിയുമ്പോഴേക്കും ശബ്ദമൊക്കെ കേട്ടു കൊടുക്കും. 5 മാസത്തിൽ വളരെ കൃത്യമായിട്ട് തന്നെ കേൾക്കും. അങ്ങനെ മഹാന്മാർ പറഞ്ഞു. അപ്പൊ ഗർഭിണി ഇങ്ങനെ ഓതാണെങ്കിൽ ആ കുട്ടി അത് കേൾക്കാം. അങ്ങനെയുണ്ട്. അപ്പോഴുണ്ട് ഇങ്ങനെ മെമ്മറി കാർഡും പെൻഡ്രൈവ് ഒക്കെ കുത്തിയ USB ഒക്കെ കുത്തി കഴിഞ്ഞാൽ ഖുർആൻ പാരായണം റീഡ് ചെയ്യുന്ന ഒരു പുതിയ ഉപകരണമുണ്ട്. അതിങ്ങനെ ഒരു സൈഡിൽ കൂടെ ഇങ്ങനെ അതിങ്ങനെ ഓത്ത് സുദൈസി ഇമാമും അഹമ്മദുൽ അജ്മിയൊക്കെ ഇങ്ങനെ ഓതിക്കൊണ്ടിരിക്കുക. ഇപ്പുറത്തൂടെ വേറെ വർത്താനം ഫോൺ ചെയ്യില്ല. ഖുർആൻ ഓതിൽ എവിടെയെങ്കിലും കേട്ടു തുടങ്ങിയാൽ പിന്നെയുള്ള വർത്താനം നിർത്തിക്കൊള്ളാനാണ്. മൊബൈൽ ഫോണിന്റെ റിംഗ് ടൂൺ ഖുർആൻ പാരായണം വെക്കാൻ പാടില്ല എന്ന് ഒരിക്കൽ സൗദി ഔഖാഫിന്റെ ഫത്വ ഉണ്ടായിരുന്നു. എന്താ കാരണം? ഖുർആൻ പാരായണം കേട്ടാ പിന്നെ മിണ്ടാൻ പാടില്ല എന്നാ. മൊബൈലിന്റെ റിങ് ഇനി മിണ്ടാൻ വേണ്ടിയുള്ള ഒരു തുടക്ക. റിങ് അടിച്ച പിന്നെ മൊബൈല് എടുത്തിട്ട് മിണ്ടല് തുടങ്ങാം. ഖുർആൻ നിർത്തിയിട്ട് മിണ്ടല് തുടങ്ങല് ഖുർആൻ പാരായണത്തോടുള്ള അവഗണനയായതുകൊണ്ട് അത് ഹറാമാണെന്ന് ഫത്വ കൊടുത്തു സൗദി ഔഖാഫ്. ഖുർആൻ പാരായണം ഒരു സൈഡിൽ കൂടെ ഇങ്ങനെ ഓഡിയോ കേൾക്കാം. അവിടെ ഇങ്ങനെ ചിലരുണ്ട് കാറിൽ ഖുർആൻ പാരായണം വെക്കും. എന്നിട്ടുള്ള വർത്താനം മുഴുവനും അതിങ്ങനെ അതിന്റെ ഇടയ്ക്കൂടെ ഇങ്ങനെ അതിങ്ങനെ പാരായണം ചെയ്യുന്നുണ്ട്. അതിന്റെ ഇടയിൽ പറയാൻ പറ്റുന്നതും പറ്റാത്തതും ഒക്കെ അതിലിങ്ങനെ പറഞ്ഞു പോകലുണ്ട്. ഇബ്നു മസ്ഊദിനോട് റസൂലുള്ളാഹി പറഞ്ഞു സല്ലല്ലാഹു അലൈഹി മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മോനെ നീ ഓദിക്കേ, എനിക്ക് കേൾക്കാൻ ഇഷ്ടമാണ്. ഫഖറഅതു, ഞാൻ അങ്ങ് ഓതാൻ തുടങ്ങി സൂറത്തുൻ നിസാ. സൂറത്തുൻ നിസാ ഞാൻ ഓതി. അല്ലാഹുവിന്റെ ഹബീബ് ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കാം. മെല്ലെ മെല്ലെ ഞാൻ ഓതുന്നു. ഓതി ഓതി ഞാൻ ഓതി തുടങ്ങി. അള്ളാഹുവിന്റെ ഹബീബിന്റെ ശ്രദ്ധ അള്ളാഹുവിന്റെ ഹബീബ് ഞാൻ ഓതുന്നതിലേക്ക് അങ്ങ് ലയിക്കുകയാണ്. ആ സമയം ഞാൻ ഓതി ഓതി വന്നപ്പോൾ സൂറത്തുൻ നിസാഇന്റെ 40-ാമത്തെ ആയത്തിലേക്ക് എത്തി. 40-ാമത്തെ ആയത്ത് ഞാൻ ഓതിക്കൊണ്ടിരിക്കുമ്പോൾ ഹബീബിന്റെ മുഖത്ത് മാറ്റങ്ങളില്ല. 41-ാമത്തെ ആയത്തിലേക്ക് ഞാൻ കടന്നു വന്നപ്പോൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഫകൈഫ ഇദാ ജിനാ മിൻ കുല്ലി ഉമ്മത്തിൻ ബിശഹീദ് വജിനാ ബിക അലാ ഹൗലാഇ ശഹീദാ. സൂറത്തുൻ നിസാഇന്റെ 41-ാമത്തെ ആയത്താണിത്. ഇവിടെ എത്തിയപ്പോൾ റസൂൽ തന്നോട് പറഞ്ഞു, അംസിക് അംസിക് അംസിക്. ഇബ്നു മസ്ഊദേ, നിർത്തുമോനെ. ഇബ്നു മസ്ഊദേ, ഖുർആൻ പാരായണം മതിയാക്ക് മോനെ. എന്തുകൊണ്ട്? സൂറത്തുൻ നിസാഇന്റെ 41-ാമത്തെ ആയത്തിൽ പറഞ്ഞത് മഹ്ശറയാ, അമ്പിയാക്കളെ വിചാരണ ചെയ്യുന്നതാ പറഞ്ഞത്. അള്ളാഹുവിന്റെ ഹബീബെ, അങ്ങേക്കും ആ വിചാരണ അഭിമുഖീകരിക്കേണ്ടി വരുമല്ലോ എന്ന പ്രഖ്യാപനമാതിലുള്ളത്. മഹ്ശറയുടെ ഭീകരമായ അവസ്ഥയെ ചിത്രീകരിക്കുന്ന ആയത്തിൽ പ്രവാചകന്മാരെ പോലും അള്ളാഹു വിചാരണ ചെയ്യുമോ എന്ന് നമ്മെ അത്ഭുതപ്പെടുത്തുന്ന ആയത്തിന്റെ ധ്വനി കേട്ടപ്പോ അല്ലാഹുവിന്റെ ഹബീബ് അതിൽ ലയിച്ചിരിക്കുന്ന നബി തങ്ങൾ ഇബ്നു മസ്ഊദിനോട് പറഞ്ഞു, നിർത്തുമോനെ. ഫറഅയ്തു ഐനൈഹി തദ്റുഫാനി, ഞാൻ അവിടുത്തെ മുഖത്തേക്ക് നോക്കിയപ്പോൾ ആ മുഖത്തിലെ മിനുസമുള്ള കവിൾത്തടത്തിന്റെ മാർദ്ദവമായ ഭാഗത്തുകൂടി അല്ലാഹുവിന്റെ ഹബീബിന്റെ കണ്ണുനീര് ചാലിട്ടൊഴുകുന്നു. ചുണ്ടുകൾ വിതുമ്പുന്നു. ഗദ്ഗദത്തോടുകൂടെ റസൂലുള്ളാഹി പറഞ്ഞു, നിർത്തുമോനെ. ലയിച്ചു. ഇബ്നു മസ്ഊദിന്റെ പാരായണം റസൂലുള്ളാഹിക്ക് ഇഷ്ടമായിരുന്നു. ഇബ്നു മസ്ഊദ് ഖുർആനിനോട് ചേർന്ന മനുഷ്യനാം. ഇബ്നു മസ്ഊദിന് രോഗമായിപ്പോ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങൾ ഭരിച്ചുകൊണ്ടിരിക്കുന്ന കാലം, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങളുടെ ഭരണകാലഘട്ടത്തിലാണ് ഇബ്നു മസ്ഊദ് തങ്ങൾ വഫാത്താകുന്നത്. ഇബ്നു കസീർ പറയാം, രോഗം മൂർച്ഛിച്ച സമയത്ത് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ സന്ദർശിക്കാൻ ചെല്ലാണ്. ചോദിക്കുന്നുണ്ട്, ഉസ്മാൻ മാ തസ്തകീ, എന്തെങ്കിലും സങ്കടം പറയാനുണ്ടോ ഇബ്നു മസ്ഊദേ? നമ്മൾ പറയും, ഒരു 5-6 വാഴ വെച്ചു, കൊലച്ച് കാണുന്നുണ്ടായിരുന്നു, അപ്പോഴേക്ക് അസുഖം വന്നത്.
എന്തെങ്കിലുമൊക്കെ പറയും അല്ലെ, പേരക്കുട്ടി സ്കൂളിൽ പോയത് കാണണം, അല്ലെങ്കിൽ വിവാഹം കാണണം, എന്തെങ്കിലുമൊക്കെ പരാതി ഉണ്ടാവും. എന്തെങ്കിലും പരാതി ഉണ്ടോ ഇബ്നു മസ്ഊദേ? ഖുർആനിനോട് ജീവിതം ലയിച്ച മനുഷ്യൻ പറഞ്ഞു, എനിക്കൊരു പരാതി ഉണ്ട് ഉസ്മാൻ. എന്താണ് അങ്ങയുടെ പരാതി? എന്റെ പരാതി ഒന്നേ ഉള്ളൂ, ദുനൂബി 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 ദുനൂബി, ഞാൻ ചെയ്ത പാപങ്ങൾ അല്ലാഹു പൊറുക്കോ എന്റെ പാപങ്ങൾ, എന്റെ പരാതി അതാ. ഒന്ന് അല്ലാഹുവോട് ദുആരക്കണം, എന്റെ പാപം പൊറുക്കാൻ, എന്റെ പരാതി അതാണ്. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങളുടെ മുന്നിൽ സൂഫിയായ മഹാനായ ഇബ്നു മസ്ഊദ് പറയുന്നത് റളിയല്ലാഹു അൻഹുമാ, ആത്മീയമായ ചിന്തയിലാണ് ഉസ്മാൻ തങ്ങൾ പിന്നെയും ചോദിച്ചു, എന്തെങ്കിലും ആഗ്രഹമുണ്ടോ? പറയൂലോ, നമ്മൾ പറയൂലോ എന്തെങ്കിലും ആഗ്രഹമുണ്ടോ? ഉണ്ടെന്ന് പറയും, എന്തെങ്കിലും ഒരു ആഗ്രഹം പറയും. ഇബ്നു മസ്ഊദും പറഞ്ഞു, എനിക്കൊരാഗ്രഹമുണ്ട്. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങൾ ബഹുമാനത്തോടുകൂടെ എന്ത് പറഞ്ഞാലും ഖലീഫ നടത്തിക്കൊടുക്കും. അങ്ങനത്തെ ഭരണാധികാരി ചോദിക്കാ എന്തുണ്ടെങ്കിലും പറഞ്ഞോ, നടത്തിത്തരാം. പറഞ്ഞു, എനിക്ക് ഒരാഗ്രഹമേ ഉള്ളൂ, അത് നടത്തിത്തരുമോ? ഏതാണ് അങ്ങയുടെ ആഗ്രഹം? റഹ്മത്ത് റബ്ബി, എന്റെ റബ്ബ് എന്നോട് കരുണ ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്, അങ്ങ് നടത്തിത്തരുമോ? ഉസ്മാൻ ഇബ്നു അഫ്ഫാന് കഴിയോ? ഇല്ല, ദ്വാരന്നേക്കാന്ന് പറഞ്ഞു. പിന്നെ ചോദിച്ചു, രോഗം ശക്തമാ, മരണം സുനിശ്ചിതമാ, എന്നാലും വൈദ്യരെ വിളിക്കട്ടെ, ഡോക്ടറെ വിളിക്കട്ടെ? ഞാൻ ഡോക്ടറെ വിളിക്കട്ടെ, ഇനി കൂടുതൽ ഒരു ചികിത്സ വേണമെങ്കിൽ ഞാൻ ഡോക്ടറെ വിളിക്കട്ടെ? അപ്പോൾ മഹാനായ ഇബ്നു മസ്ഊദ് പറഞ്ഞു, ലാ ഹാജത ലീ ഫീ, എനിക്ക് വേണ്ടിയിട്ടൊരു ഡോക്ടറെ വിളിക്കണ്ട. എന്താ കാരണം? എനിക്ക് വേണ്ടി ഡോക്ടറെ വിളിക്കേണ്ട കാരണം, എനിക്ക് ആ ഡോക്ടറാണ് അത്തബീബു അംറദനി, ആ ഡോക്ടറാണ് എനിക്ക് രോഗം തന്നത്. എന്റെ ഡോക്ടർ എന്റെ അല്ലാഹ്, സാഫിയായ അല്ലാഹ്, കാഫിയായ അല്ലാഹ്, മുആഫിയായ അല്ലാഹ്, അവനാണ് എനിക്ക് രോഗം തന്നത്. അതുകൊണ്ട് ഡോക്ടർ തന്ന രോഗം തന്നെ, ആ ഡോക്ടറെ ഇനി വിളിക്കണ്ട. അപ്പൊ ചോദിക്കുന്നുണ്ട് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ, ഇപ്പൊ എത്ര ചോദ്യായി? ആദ്യം ചോദിച്ചു എന്താ പരാതി എന്ന്, രണ്ടാമത് ചോദിച്ചു എന്താ ആഗ്രഹമെന്ന്, മൂന്നാമത് ചോദിച്ചു ഞാൻ അങ്ങേക്ക് ഡോക്ടറെ വിളിക്കട്ടെ എന്ന് ചോദിച്ചു. നാലാമത് ചോദിക്കാല ആമുറുലക ബിഅത്ത, പണം വല്ലതും വേണോ ഇബ്നു മസ്ഊദ്? പണം വല്ലതും വേണോ? ഭരണാധികാരി സർവ പ്രൗഢിയിലും പരിവാരങ്ങളോടുകൂടെ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ഭരണാധികാരി ഔദ്യോഗികമായി വന്ന് ചോദിക്ക, പണം വേണോ, എത്ര വേണം? ഇബ്നു മസ്ഊദ് പറഞ്ഞു, ലാ ഹാജത ലീ ഫീ, എനിക്ക് പണം വേണ്ട. അപ്പോൾ ഉസ്മാൻ മാറ്റി ചോദിച്ചു, റളിയല്ലാഹു അൻഹുമാ, യകൂനു ലിബനാതിക, പെൺമക്കളല്ലേ ഉള്ളത്, മിമ്പഴുതിക്ക, അങ്ങ് മരണപ്പെട്ടാൽ ആ പെൺകിടാങ്ങൾക്ക് അങ്ങേക്ക് ഞാൻ തരുന്ന പണം ഉപകാരപ്പെട്ടാലോ? പെൺകിടാങ്ങളല്ലേ? ഉസ്മാൻ ഇബ്നു അഫ്ഫാനോട് അതുവരെ സംസാരിച്ച ഇബ്നു മസ്ഊദ് അല്ല ഇനി സംസാരിക്കുന്നത്. ഒരൽപ്പം ഗൗരവം ആ തളർന്ന ശരീരത്തിൽ വന്നു, ഒരൽപ്പം ശബ്ദമുയർന്നു. ചോദിച്ചു, ഉസ്മാനെ, ഞാൻ മരിച്ചുപോയാൽ എന്റെ പെൺമക്കൾക്ക് പട്ടിണി വരുമോ, ദരിദ്രം വരുമോ എന്ന് അങ്ങ് ഭയക്കുന്നു ഉസ്മാൻ? അങ്ങനെ ഭയക്കണ്ട എന്റെ പൊന്നാര, പെൺമക്കൾ പട്ടിണിയാവൂല, അവർക്ക് ദാരിദ്ര്യം വരൂല ഉസ്മാൻ. എന്തുകൊണ്ടെന്നറിയോ? ഇന്നി അമർത്തു ബനാത്തി, എന്റെ പെൺകിടാങ്ങളെ ഞാൻ പഠിപ്പിച്ചു വെച്ചിട്ടുണ്ടേ. യഖറഅന കുല്ല ലൈല സൂറത്തുൽ വാഖിഅ, എല്ലാ രാത്രിയിലും എന്റെ പെൺമക്കള് വാഖിഅ മുടങ്ങൂല. കുഞ്ഞിലേ ഞാൻ പഠിപ്പിച്ചു. ഖുർആനോട് ചേർന്ന ഉപ്പ, ഖുർആനിൽ ലയിച്ച ഉപ്പ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഖുർആൻ ഓതി കൊടുത്ത് സന്തോഷിപ്പിച്ച ഉപ്പ, പെൺകിടാങ്ങൾക്ക് വാഖിഅ പഠിപ്പിച്ചു.
ആ വാക്യ ഉപ്പ മരിച്ചാലും മക്കളെ നിങ്ങളുടെ സമ്പത്തും വരുമാനവും സൂറത്തുൽ വാഖിഅ വീട്ടിലേക്ക് പണം ഒഴുകുമെന്ന് ഉപ്പ പഠിപ്പിച്ചു. ഖൽബിലേക്ക് കയറണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങളോട് ഇബ്നു മസ്ഊദ് തങ്ങൾ പറയാണ്, എന്റെ പൊന്നുമക്കളെല്ലാ രാത്രിയിലും വാഖിഅ ഓതണമെന്ന് ഞാൻ അവരോട് പറഞ്ഞേൽപ്പിച്ചിട്ടുണ്ട്. അവര് വാഖിഅ മുടങ്ങൂല എങ്കിൽ എന്റെ മക്കൾക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടോ ദാരിദ്ര്യമോ കഷ്ടകാലമോ ഉണ്ടാവൂല. എന്താണ് ഞാൻ എന്റെ മക്കൾ അങ്ങനെ ഏൽപ്പിക്കാൻ കാരണമെന്നറിയോ? ഇന്നീ സമീഅതു റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ ഹബീബിനെ ഞാൻ കേട്ടിട്ടുണ്ട്. യഖൂൽ, ഹബീബായ നബി തങ്ങൾ പലപ്പോഴും പറയാറുണ്ട്, നബി തങ്ങൾ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, മൻ ഖറഅ സൂറത്തുൽ വാഖിഅ കുല്ല ലൈല, എല്ലാ രാത്രിയിലും വാഖിഅ മുടങ്ങാത്തവർക്ക് ലം തുസിബുഹു ഫഖത്തുൻ അബദാ, എല്ലാ രാത്രിയിലും വാഖിഅ മുടങ്ങാറില്ല എങ്കിൽ നിന്റെ ജീവിതത്തിൽ ദാരിദ്ര്യം വരൂല, ദാരിദ്ര്യം വരൂല. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലുള്ളാഹി പഠിപ്പിച്ചത് ഞാൻ എൻ്റെ മക്കളെ പഠിപ്പിച്ചു. ഞങ്ങളുടെ കുടുംബത്തിൽ വാഖിഅ മുടങ്ങാറില്ല. അല്ലാഹു നമുക്ക് അമൽ ചെയ്യാൻ തൗഫീഖ് നൽകട്ടെ. അതുകൊണ്ട് വാഖിഅ ഓതണം. 100 ദിവസം ഓതണം. ഒരു വാഖിഅ 2 ഖുൽ ഹുവന്റെ ആ പരിപാടി കഴിഞ്ഞു. ഒരു വാഖിഅ ഒരു ഫാത്തിഹ വേണ്ടി തീർന്നു. ഒരു വാഖിഅ അങ്ങോട്ട് ഓതണം. ഓതി 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 നിസ്കാരത്തിൽ ഓതണം. തഹജ്ജുദ് നിസ്കാരത്തിലൊക്കെ ഓതാൻ നല്ല സൂറത്തല്ലേ സൂറത്തുൽ വാഖിഅ. നിസ്കാരത്തിൽ ഓതാൻ വേണ്ടി ഓതുന്ന പോലെ ഓതണം. ഒരു ഓതൽ അവർക്ക് നന്നായിട്ട് പാട്ട് പാടാൻ അറിയാം, പക്ഷെ ഖുർആൻ പാരായണത്തിലേക്ക് അവർ ആ ട്യൂൺ കൊണ്ടുവരില്ല. അവർക്ക് നല്ല ഉച്ചാരണ ശുദ്ധിയുണ്ട്, അവരുടെ ശബ്ദത്തിന് നല്ല മധുരമുണ്ട്, പക്ഷെ ഖുർആൻ പാരായണത്തിലേക്ക് കൊണ്ടുവരില്ല. അങ്ങനെയുണ്ട്. ചിലർക്ക് പാട്ട് പാടാനൊക്കെ അറിയാം, നല്ല നല്ല ശബ്ദത്തിൽ സംസാരിക്കാൻ അറിയാം, നല്ല ഉച്ചാരണ സൗകുമാര്യത ഒക്കെ ഉണ്ട്, പക്ഷെ ഖുർആൻ പാരായണത്തിലേക്ക് എന്തേ കൊണ്ടുവന്ന? ഒരു 10 ദിവസം ഒരു ഖുർആൻ പാരായണത്തിന്റെ മനോഹരമായ ശബ്ദം ഇങ്ങനെ കേട്ടാ നമ്മളതിങ്ങനെ കേട്ട് 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 ഇങ്ങനെ ഓതിയ 10ന്റെ അന്ന് നമ്മളതുപോലെ ഓതും. അങ്ങനെയല്ലേ ഖുർആൻ പാരായണത്തിന്റെ ട്യൂൺ പഠിക്കുക. ഖുർആൻ ട്യൂണിൽ ഓതാ. അപ്പൊ യാസീനൊക്കെ ഓതുമ്പോ ഒന്ന് ട്യൂണിൽ ഓതാൻ നല്ല ഖിറാത്തുകൾ ഇങ്ങനെ കേൾക്കണം. ഒരു 8 മിനിറ്റും 10 മിനിറ്റും ഒക്കെ നീണ്ടു നിൽക്കുന്ന ഓത്തുകളുണ്ട്, അതിങ്ങനെ കേൾക്കണം. രസാണിത്. ഹെഡ്ഫോൺ ഉപയോഗിച്ച് ഇങ്ങനെ ഇരുന്ന് കേൾക്കണം. ഖുർആൻ കേട്ടുറങ്ങണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. സൗകര്യങ്ങളൊക്കെ അല്ലാഹു കൂടുതൽ തന്ന കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് ഹിസാബ് കടുപ്പ. നമുക്ക് ഹിസാബ് കടുപ്പമാണ്. നമുക്ക് അള്ളാന്റെ മുന്നിൽ ഒഴിവ് കഴിവുകൾ പറയാൻ കഴിയൂല. അല്ലാഹുവേ നീ നന്നാക്കി തരണേ അല്ലാ. റബ്ബേ അമൽ ചെയ്യാൻ നീ തൗഫീഖ് നൽകു അല്ലാ. ബിഫളലി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. اللهم صل على محمد يا رب صل عليه وسلم. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. അല്ലാഹുവേ നീ സ്വീകരിക്കണേ തമ്പുരാനേ. പാപങ്ങൾ പൊറുക്കണേ അല്ലാ. രോഗങ്ങൾ ശിഫയാക്കുക അല്ലാ. ഒരുപാട് പേര് ദുആ വസിയത്ത് ഏൽപ്പിച്ചിട്ടുണ്ട്. അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റു റഹ്മാനേ. അല്ലാഹുവേ അവരുടെയും ഞങ്ങളുടെയും ഹലാലായ മുറാദ് ഹസനാക്ക് അല്ലാ. ഈ സദസ്സിൽ പങ്കെടുക്കുന്ന സഹോദരിമാർക്കും സഹോദരങ്ങൾക്കും ഖൈർ നൽകുക അല്ലാ. ബറക്കത്ത് നൽകണേ അല്ലാ. ആഫിയത്ത് നൽകണേ അല്ലാ. ഞങ്ങളെ സഹായിക്കുന്നവരെ നീ സഹായിക്കണേ അല്ലാ. സ്നേഹിക്കുന്നവരെ നീ സ്നേഹിക്കണേ അല്ലാ. ടെൻഷനാണ് ഉസ്താദെ, ഉറങ്ങാൻ പറ്റുന്നില്ല. ഇന്നലെ ഒട്ടുമേ ഉറങ്ങിയിട്ടില്ല. സങ്കടത്തോടുകൂടെ ഒരാൾ ദുആ ഇറക്കാൻ പറഞ്ഞു. അവരുടെ ഏത് ടെൻഷനും റബ്ബേ നീ മാറ്റിക്കൊടുക്കണേ തമ്പുരാനെ. അല്ലാഹുവേ റബ്ബേ റഹ്മാനായ തമ്പുരാനെ. ഒരു സഹോദരി ആസ്റ്റർ മെഡിസിറ്റിയിൽ കാലുവേദന, മുട്ടുവേദന, ശാരീരിക അസ്വസ്ഥതകൾ പലതുമുള്ളതിനോടുകൂടെ
ഒരു വലിയ ഓപ്പറേഷൻ കഴിഞ്ഞ് കിടക്കുന്നുണ്ട്, പ്രത്യേകം ദുആരക്കാൻ പറഞ്ഞു. ശിഫാ നൽകണേ അല്ലാഹ്. പടച്ച റബ്ബേ, സുഖമില്ലാത്ത ഉമ്മാക്ക് വേണ്ടി ദുആ ചെയ്യാൻ പറഞ്ഞു. റബ്ബേ, ആരോഗ്യം കൊടുക്കണേ അല്ലാഹ്. വീട് പണിയുമായി ബന്ധപ്പെട്ടവർ ദുആരക്കാൻ പറഞ്ഞു, എളുപ്പമാക്കുക അല്ലാഹ്. കോരിച്ചൊരിയുന്ന മഴയത്തും ഒരുപാട് അകലങ്ങളിൽ നിന്ന് വന്ന സഹോദരിമാരുണ്ട്, സഹോദരങ്ങളുണ്ട്. ഈ സദസ്സിനെ ധന്യമാക്കിയവരുണ്ട്. അല്ലാഹുവേ, ഖൈർ നൽകു അല്ലാഹ്, ബറക്കത്ത് നൽകണേ അല്ലാഹ്. ഞങ്ങളുടെ മഹല്ലിൽ അഭിവൃദ്ധി നൽകണേ അല്ലാഹ്. കച്ചവടങ്ങളിലും ബിസിനസ്സുകളിലും അഭിവൃദ്ധി നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളെ കൊണ്ട് താങ്ങാൻ പറ്റാത്ത ഒരു ദുരന്തങ്ങളും ദുരിതങ്ങളും പരീക്ഷണങ്ങളും സങ്കടങ്ങളും തരല്ല റഹ്മാനേ. അല്ലാഹുവേ, ഞങ്ങളുടെ സമ്പത്ത് കൊണ്ടോ മനക്കരുത്ത് കൊണ്ടോ ദുർബലമായ ഞങ്ങളുടെ ഈമാൻ കൊണ്ടോ പിടിച്ചു നിൽക്കാൻ പറ്റാത്ത ഒരു വിഷമവും തരല്ലേ അല്ലാഹ്. മരുന്ന് ഫലിക്കാത്ത രോഗം തരല്ലേ അല്ലാഹ്. ക്യാൻസർ പോലെയുള്ള വിഷമങ്ങളെ തൊട്ട് രോഗങ്ങളെ തൊട്ട് കാക്കണേ അല്ലാഹ്. പടച്ച റബ്ബേ, ഞങ്ങളുടെ ജീവിതം സന്തോഷത്തിലും ഇസ്സത്തിലുമാക്കണേ അല്ലാഹ്. ലഹരി ഉപയോഗങ്ങളിൽ പെടല്ലേ അല്ലാഹ്. നിസ്കാരം ഖളാ ആവല്ലേ അല്ലാഹ്. അല്ലാഹുവേ റബ്ബേ, കീറി മുറിക്കേണ്ട അവസ്ഥയിൽ ഞങ്ങളുടെ ശരീരത്തിന് കേടുപാടുകൾ വരല്ലേ അല്ലാഹ്. വാഹനാപകടങ്ങളെ തൊട്ട് കാക്കണേ അല്ലാഹ്. അപകട മരണങ്ങളെ തൊട്ട് കാക്കണേ അല്ലാഹ്. ചികിത്സിച്ച് കടം വന്നു പോകുന്ന അവസ്ഥ വരുത്തല്ലേ അല്ലാഹ്. ലോണിൽ കുടുങ്ങിയവരെ കരകയറ്റണേ അല്ലാഹ്. കടങ്ങളുണ്ട് റബ്ബേ, നീ തന്നതല്ലേ, നിറവേറ്റണേ അല്ലാഹ്, വീട്ടിത്തരണേ അല്ലാഹ്. ഈ വർഷം ഹജ്ജിന് പോകുന്നവർക്ക് എളുപ്പമാക്കു അല്ലാഹ്. ഈ വർഷം ഹജ്ജിന് പോകുന്നവർക്ക് എളുപ്പമാക്കു അല്ലാഹ്. കബൂലാക്ക് അല്ലാഹ്. വൈകല്ല തമ്പുരാനെ ഞങ്ങളെ അവിടേക്ക് എത്തിക്ക് അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളുടെ സഹോദരങ്ങള് സഹോദരിമാര്, ഭാര്യ ഭർത്താവ് മക്കള് മാതാപിതാക്കൾ എല്ലാവർക്കും ആഫിയത്ത് നൽകുക അല്ലാഹ്. മരിച്ചുപോയവർ പലരുടെയും ആണ്ട് ദിവസങ്ങളാണ്. അല്ലാഹുവേ, മഗ്ഫിറത്ത് നൽകുക അല്ലാഹ്. സ്വർഗം കൊടുക്കുക അല്ലാഹ്. സ്വർഗം കൊടുക്കുക അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളുടെ അവസാനം നന്നാക്കി തരണേ റഹ്മാനെ. ربنا ارحمهم كما ربونا صغارا بفضل صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم. السلام عليكم ورحمة الله وبركاته.